സാധാരണ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ ഭൂമിയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഓരോന്നിനും മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. കൈകാലുകളുടെ അവസ്ഥയല്ല കണ്ണിനും മൂക്കിനും, അതിൻ്റെ അവസ്ഥയല്ല നാവിനും മറ്റവയവത്തിനും. ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗവും പ്രത്യേകതയും പറയാം. എന്ന പോലെ ആയത്തുകൾക്കും സൂറത്തുകൾക്കും ഒക്കെ ആ പ്രത്യേകത. അതിൽ അതിശ്രേഷ്ഠമായ പ്രത്യേകതകൾ അടങ്ങുന്ന സൂറത്താണ് അസ്ഹാബുൽ കഹ്ഫ്. ഈ സൂറത്തിന് അൽ കഹ്ഫ് എന്ന പേര് വരാൻ കാരണം മറ്റു ഖുർആനിലെ സൂറത്തുകളിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചുള്ള ചരിത്രം അതിനുണ്ട്. അതാണ് അസ്ഹാബുൽ കഹ്ഫ്. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫ് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ജോർദാൻ പട്ടണത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ മഖാം. ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം അവിടെ സന്ദർശിക്കും. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലുമൊക്കെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പരാമർശമുള്ളതുകൊണ്ട് എല്ലാ വേദഗ്രന്ഥത്തിന്റെ ആളുകളും അവിടെ എത്തുന്നു. നമുക്കിപ്പോഴും അവിടെ പോയാൽ അത് കാണാൻ സാധിക്കും. അസ്ഹാബുൽ കഹ്ഫിന്റെ ഒരു പർവ്വതത്തിന് താഴെയുള്ള അസ്ഹാബുൽ കഹ്ഫിന്റെ ഖുർആൻ, അതിനകത്ത് സ്വഹാബ അവിടുത്തെ ഔലിയാക്കളായ മഹാന്മാർ താമസിച്ച ഇടം അല്ലാഹു തആല സിയാറത്തിന് ഭാഗ്യം നൽകി. അപ്പൊ ആ ഒരു വിഭാഗത്തിന്റെ പ്രത്യേക ചരിത്രം അതിൽ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് അതിന് പേര് വന്നു. പിന്നെ ആ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ്? അത് അക്രമിയും ക്രൂരനുമായ ഒരു രാജാവിന്റെ കുറെ പദ്ധതികൾ അവരെല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അവരെ എല്ലാവരെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആ ഭയപ്പെടുത്തലിനും അക്രമത്തിനും വഴങ്ങാതെ കുറച്ച് ചെറുപ്പക്കാർ അവരുടെ ഈമാന്റെ സുരക്ഷിതത്വത്തിന്റെ മാർഗം തേടി അവരെ അല്ലാഹു തആല ലോകത്തിന് ഒരു ചരിത്രമാക്കി മാറ്റി. അപ്പൊ ഈമാൻ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈമാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് വിജയിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഉള്ളതുകൊണ്ട് ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സൂറത്തിന്റെ പ്രത്യേകത ഇതിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഈമാൻ കിട്ടിയേ വയ്ക്കൂ. അൽ കഹ്ഫ് സൂറത്തിനെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്ന് കേൾക്കേയില്ല. അൽ കഹ്ഫ് സൂറത്തിനെ പതിവാക്കി ശ്രദ്ധിച്ചിരുന്ന ഒരാള് ഈമാൻ മോശമായി മരിച്ചു എന്ന അവസ്ഥ വരില്ല. അതാണ് ഈ സൂറത്തിന്റെ പ്രത്യേകത. അത് 2 നിലക്കാണ് അതിനെ നാം സൂക്ഷിക്കണം. ഒന്ന്, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യം മുതൽ 10 ആയത്തുകൾ മനഃപാഠം പഠിക്കുക, 10 ആയത്തുകൾ കാണാതെ പഠിക്കുക. അതേപോലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ 5 ആയത്തുകൾ അതും കാണാതെ പഠിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ആദ്യത്തിലെ 10 ആയത്തും അവസാനത്തിലെ 5 ആയത്തും പതിവായി പാരായണം ചെയ്യും. ഒരു സാധനത്തെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു സാധനത്തെ നമ്മൾ ഡിഫൻസായി കരുതുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് ഓരോന്നിനും അതിൻ്റെതായ രീതി അനുസരിച്ചാണ് അല്ലേ? ഒരു ആക്രമണത്തേക്ക് പോകുമ്പോൾ തോക്ക് കൈ പിടിച്ചു പോകണം, കയ്യിൽ വെച്ചിട്ട് പോയൊരു കാര്യമില്ല അല്ലേ? ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചു പോകണ്ടേ? ഒരു കട തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ചാവി കയ്യിൽ പിടിച്ചിട്ട് പോകണം, ഒരു വണ്ടി കയറാൻ വേണ്ടി പോകുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ഓരോന്നിനും സൂക്ഷിക്കേണ്ടത് ഓരോ തരത്തിലാണ് അല്ലേ?
അതേ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു വലിയ സംഖ്യ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഞാൻ കൈപിടിച്ച് നടക്കേണ്ടതല്ല. അത് നഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കലാണ്. 24 മണിക്കൂറുള്ള പൈസ പോക്കറ്റിലിട്ടിട്ട് ഇങ്ങനെ നടക്കാനല്ല. ഓരോ സാധനത്തെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതിന്റെ രീതിക്കനുസരിച്ചാണ്. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ ബർക്കത്തുള്ള ഈ സൂറത്തിനെ സത്യവിശ്വാസി അവന്റെ ഈമാന്റെ സുരക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? അത് ഓതി 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 മനഃപ്പാഠമാക്കും. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ട് റഷദ എന്നെത്തുന്നത് വരെ 10 ആയത്. അതിന്റെ അവസാനത്തിൽ ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല അത് തുടങ്ങിയിട്ട് അവസാനം അഹദ എന്നെത്തുന്നത് വരെ. അപ്പൊ ഈ രണ്ട് തുടക്കം, സൂറത്തിന്റെ തുടക്കം, സൂറത്തിന്റെ ഒടുക്കം, അത് നമ്മൾ ഇങ്ങനെ പതിവാക്കും. വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ അത് പൂർത്തിയായിട്ട് കൂടെ അല്ലാഹു ഭാഗ്യം തരും. പിന്നെ ഒരു കാര്യം, അതെന്താണ്? നമ്മളൊരു കാര്യം പഠിച്ചാൽ ആ പഠിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അഭിവൃദ്ധി വരണം. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പുരോഗതി കാണും. നമ്മുടെ ജീവിതത്തിൽ അതിന്റെ നേട്ടം ഉണ്ടാകും. പഠിച്ചിങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? പഠിച്ചിങ്ങനെ വെച്ചിട്ട് ആ പഠിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിക്കണം. ആ പരിവർത്തനം സംഭവിക്കുമ്പോഴാണ് ആ പഠിച്ചതിന്റെ നേട്ടം നമുക്ക് ആസ്വാദകരമാണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധ വേണം. അപ്പൊ നമ്മൾ അൽ-കഹ്ഫ് സൂറത്തിനെ നമ്മളിങ്ങനെ ഓതി കുറെ അങ്ങോട്ട് ഓതുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ആയത്തുകളൊക്കെ നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ടി വരും. അത് പ്രയാസമില്ലാതെ പഠിക്കാൻ വേണ്ടി സാധിക്കും. കാരണം തുടർച്ചയായിട്ട് പോവുകയാണ്. അപ്പോ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആദ്യവും അവസാനവും തുടർച്ച. വെള്ളിയാഴ്ച ആകുമ്പോൾ അത് മുഴുവനും പോകും. ഇനി വെള്ളിയാഴ്ച മുഴുവൻ ഓതുന്നത് അതിന്റെ ഒരു പരിപൂർണതക്ക് മഹാന്മാര് ചിലർ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? വെള്ളിയാഴ്ച അൽ-കഹ്ഫ് ഓതുന്നത് 3 പ്രാവശ്യം പോവുക. അതെങ്ങനെയാണ് 3 പ്രാവശ്യം ഓതല്? ഔലിയാക്കളായ പഴമക്കാർ ചെയ്തു പോകുന്ന ഒരു പതിവ്. അതെങ്ങനെയാണ്? വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ്, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുക. 3 പാർട്ടാണ് ഒരു ദിവസം, അല്ലേ? വെള്ളിയാഴ്ച ദിവസം 3 പാർട്ടാണ്. ജുമുഅക്ക് മുമ്പ്, ജുമുഅക്ക് ശേഷം. മറ്റൊന്നാ രാവ്, വെള്ളിയാഴ്ച രാവ് തുടങ്ങുക. അപ്പൊ നമ്മൾ ഔലിയാക്കളായ മഹാന്മാർ എത്രയോ ആളുകളുടെ ചരിത്രത്തിൽ കാണുന്നത് വെള്ളിയാഴ്ച രാവ് അതിലൊരു അൽ-കഹ്ഫ്. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് രണ്ടാമതൊരു അൽ-കഹ്ഫ്. വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, അതായത് മഗ്‌രിബിക്ക് മുമ്പ് ഒരു അൽ-കഹ്ഫ്. അപ്പൊ എന്താ കാര്യം? ഒന്ന്, അല്ലാഹു തആല ഒരു വെള്ളിയാഴ്ച ജീവിക്കാൻ ഭാഗ്യം നൽകിയാൽ വലിയ നേട്ടം നമുക്ക് അല്ലാഹു തആല തരുന്നു. അത് നമ്മളതിനെപ്പറ്റി ബോധവാന്മാരാണ്. ഒരു വെള്ളിയാഴ്ച ജീവിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച കണക്ക് സംഭവിച്ച എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു തആല മായ്ച്ചു കളയും. അതാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. അപ്പൊ ആ ഒരു വെള്ളിയാഴ്ച നമുക്ക് ജീവിക്കാൻ കിട്ടുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ പടച്ചോനെ മരണം സംഭവിക്കാതെ, അപകടം സംഭവിക്കാതെ, കിഡ്നിക്ക് തകരാറില്ലാതെ, ഹാർട്ടിന് കുഴപ്പമില്ലാതെ, അൽഹംദുലില്ലാഹ് ആ ഒരു ശുക്രായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു അൽ-കഹ്ഫ്. അത് നമുക്ക് ഒരു അല്ലാഹു തആല ആഴ്ച നമുക്ക് തന്നൊരു ശുക്രാണ്. ജുമുഅക്ക് മുമ്പ് അത് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും അൽ-കഹ്ഫ് ഓതുന്നവരൊക്കെ എപ്പോഴും ജുമുഅന്റെ മുമ്പ്, അല്ലേ? ആ മുഅ്മിനീങ്ങൾക്കൊപ്പം ചേർന്ന് വെള്ളിയാഴ്ച അവസാനിക്കാൻ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അല്ലാഹു തആല വെള്ളിയാഴ്ച. എപ്പോഴേ സൃഷ്ടിച്ചത് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അസറിന് ശേഷമാണ്.
അസറിന് ശേഷം മുതൽ മഗ്‌രിബ് വരെയുള്ള സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പതിവ് ദിക്ർ, ഖുർആൻ, ദുആ. ഒരക്ഷരം ഒരു മനുഷ്യനോട് സംസാരിക്കില്ല ഫാത്തിമ ബീവി. എല്ലാ വെള്ളിയാഴ്ചയും അസർ മുതൽ മഗ്‌രിബ് വരെ. എന്റെ ഫാത്തിമോ ഇങ്ങനെ? അപ്പൊ പറഞ്ഞതെന്താ? ഇത് വല്യപ്പാനെ പടച്ച സമയമാണ്, വല്യപ്പാനെ സൃഷ്ടിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത സമയമാണ്. അപ്പൊ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായതുകൊണ്ടല്ലേ. അപ്പൊ അതാണ് മഹാന്മാർ ഈ 3 സമയം തെരഞ്ഞെടുത്തത്. അപ്പൊ നമ്മളൊരാളെ പതിവായി, അതായത് അതിശ്രേഷ്ഠമായ രൂപത്തിൽ അൽക്കഹഫ് കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചാൽ അതിന്റെ രീതിയാണ്. അപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞു. അൽക്കഹഫുമായി ബന്ധപ്പെട്ട് 3 രീതി. ഒന്ന്, അൽക്കഹഫിന്റെ ആദ്യത്തിലെ 10 ആയത്തുകളും അവസാനത്തെ 5 ആയത്തും എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് പോകാം. എപ്പോഴാ ഒഴിവ് അപ്പോതിയാണ്, എപ്പോഴാ ഒഴിവ് അപ്പോതിയാണ്. പക്ഷെ ചിലത് നല്ലതെന്താണ്, ഏതെങ്കിലും ഒരു കൃത്യ ടൈം തിരഞ്ഞെടുക്കും. നമുക്ക് ഓതാൻ എപ്പോഴും നല്ലത് ഏതാണ്? സുബഹിന് ശേഷം 40, മഗ്‌രിബിന് ശേഷം അപ്പം, അല്ല ളുഹറിന് ശേഷം അപ്പം. ഏതെങ്കിലും ഒരു ടൈം ക്ലിപ്തപ്പെടുത്താൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ചുരുക്കത്തിൽ അൽക്കഹഫ് സൂറത്തിന്റെ ആദ്യ ആയത്തുകളും അവസാന ആയത്തുകളും പതിവായി ഓതുക. 1. 2, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് അൽക്കഹഫ് ഒരു പ്രാവശ്യം പൂർത്തിയായി ഓതുക. 3, അൽക്കഹഫ് വെള്ളിയാഴ്ച രാവും പകലുമായി 24 മണിക്കൂറിനുള്ളിൽ 3 പ്രാവശ്യം ഓതി തീർക്കുക. ഇതിൽ നമുക്കൊക്കെ ഏതാണ് പതിവാക്കാൻ പറ്റിയത്? അത് ശ്രദ്ധിച്ചാൽ അൽക്കഹഫ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു തആല ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല, ഈമാനുള്ള എല്ലാവർക്കും. വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ ആർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. അപ്പോ സ്ത്രീ പുരുഷ ഭേദമന്യേ എന്ത് ചെയ്യണം? അൽക്കഹഫ് സൂറത്തിന്റെ ഈ പാരായണ പതിവ് അത് കാത്തു സൂക്ഷിക്കണം. അല്ലാഹു അതുവഴി ഈമാൻ സുരക്ഷിതമാക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടെ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബി മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മൂപ്പൻ നിവേദനം ചില ഹദീസിൽ കാണാം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പതിവുള്ള ഒരു മുഅ്മിനുണ്ടെങ്കിൽ ഫഹുവ മഅസൂം, അവൻ അല്ലാഹു തആല പ്രത്യേകം സംരക്ഷണം നൽകുന്ന ആളാണ്. ഇലാ സമാനിയത അയ്യാം മിൻ കുല്ലി ഫിത്ന, അടുത്ത വെള്ളിയാഴ്ച കണക്ക് ഒരു ഫിത്നയിലും ഒരു ആഫത്തിലും ഒരു മുസീബത്തിലും ഈമാൻ തെറ്റിപ്പോകുന്ന തരത്തിലുള്ള ഒരു വിഷയത്തിലും അകപ്പെടാതെ അല്ലാഹു തആല അവനെ സംരക്ഷിക്കും. മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ അതിന്റെ ഒരു പരിവർത്തനം നമ്മളെ ജീവിതത്തിൽ കാണും. നമുക്ക് എന്തില്ല പഠിക്കണമെങ്കിലും ഇത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഭാഗ്യദോഷം പറഞ്ഞു അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇസ്ലാം എപ്പോഴും എന്ത് ചെയ്യണത്? ലഘുവായിട്ട്, പിന്നെ വലിയ തോന്നി. ഇപ്പൊ നോക്കുന്നത് ആർക്കും പതിവാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു സംഗതിയാണ് പറഞ്ഞു. 10 ആയത്ത് ഓതാൻ വല്ല പണിയില്ല. അൽക്കഹഫിന്റെ ആദ്യത്തിലെ 10 ആയത്ത് തീർക്കാൻ 10 മിനിറ്റുമാണ്, വേണ്ട 2 മിനിറ്റ് മതി. അൽക്കഹഫ് മുഴുവൻ ഓതണമെങ്കിൽ എന്ത് വേണം? ഒരു 20 മിനിറ്റ് വേണം. അപ്പൊ എല്ലാ ദിവസവും ഓതാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ശറഅ് എന്ത് ചെയ്തിട്ടില്ല? ദിവസം ഇത് മുഴുവൻ ഓതാനെന്ന് പറഞ്ഞിട്ടില്ല. അല്ലോ ഇസ്ലാമിന്റെ നിയമസംഹിതകളൊക്കെ എങ്ങനെ, ഇബാദത്തുകളൊക്കെ നോക്കിയാൽ എങ്ങനെയാണ്? തൈസീർ, വേഗം ചെയ്തു തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പൊ പല കച്ചവടക്കാരുണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും, യാത്രക്കാരുണ്ടാവും. ഒരു വീട്ടിലൊരു സ്ത്രീക്ക് എന്തെല്ലാം ചുറ്റുപാടുണ്ട്. പുരുഷന്മാർ വിചാരിക്കും നമുക്ക് മാത്രമുള്ള ജോലി, പെണ്ണുങ്ങൾ എടുക്കുന്ന ജോലി നമ്മൾ എടുത്തു നോക്കണ്ടേ? എപ്പോഴെല്ലാവരും ഉള്ളൂ. അവർക്ക് അവരുടേതായ തിരക്ക് എത്രയോ. അപ്പൊ എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഇസ്ലാം അതിനൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? ആളുടെ അവസ്ഥക്ക് വെച്ചുകൊണ്ട് ചെയ്താൽ. അപ്പോ ഈ 3 രൂപത്തിൽ അൽക്കഹഫിനെ നമ്മൾ ബന്ധപ്പെടും.
ഇനി അൽ-കഹ്ഫ് സൂറത്തിന്റെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആനിൽ അൽഹംദുലില്ലാഹ് എന്ന് ആരംഭിക്കുന്ന സൂറത്ത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ട് സൂറത്തുൽ കഹ്ഫ്, മൂന്ന് യാസീൻ സൂറത്തിന് തൊട്ട് മുകളിലുള്ള രണ്ട് സൂറത്ത്, ഒന്ന് സൂറത്തു സബഹ്, ഒന്ന് സൂറത്തു ഫാത്തിഹ. അപ്പൊ എത്രയായി? ആറാഴ്ച സ്കൂളിൽ എത്ര സൂറത്തായി? എനിക്കിപ്പോ ഞാൻ പറഞ്ഞതിന്റെ എണ്ണ ഓർമ്മയില്ല. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നറിയാം. അതാ ഞാൻ പറഞ്ഞത്. പ്രത്യക്ഷ മദ്രസന്തി ചോദിച്ചല്ലോ കുട്ടികളോട്, സ്കൂളിന്റെ 7ാമത്തെ ഭാഗത്തേതാണ് പ്രത്യക്ഷ മദ്രസയിൽ വന്നപ്പോഴേ. അപ്പൊ രണ്ട് കുട്ടികൾ വന്നു, ഞങ്ങളിവിടെ പുറത്തിലറിഞ്ഞ് മുങ്ങലാണ്. അപ്പൊ പിന്നെ 7 ഭാഗവും നോക്കേണ്ട കാര്യം. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം വിഷയം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ പറഞ്ഞത് അൽഹംദുലില്ലാഹ് അല്ലേ? അൽ-കഹ്ഫ് സൂറത്ത് പറഞ്ഞത് അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടാണ്. പിന്നെ യാസീൻ സൂറത്തിന് മുകളിലുള്ള രണ്ട് സൂറത്ത്, ഒന്ന് സൂറത്തു സബഹ്, ഒന്ന് സൂറത്തു ഫാത്തിഹ. ഇങ്ങനെ 4 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ ഏതുകൊണ്ട് തുടങ്ങുന്നുണ്ട്? അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കി. ഈ അൽഹംദുലില്ലാഹ് എന്നത് നമുക്കൊരു വലിയ മോട്ടിവേഷൻ, ഒരു വലിയ എനർജിയാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു വലിയ എനർജിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏത് സംഗതി തുടങ്ങും. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, ആ എഴുന്നേൽക്കുമ്പോ തന്നെ അൽഹംദുലില്ലാഹ്, നമ്മളെ ഞരമ്പുകളും നമ്മളെ എല്ലാ സെല്ലുകളും എല്ലാറ്റിനും ആ വല്ലാത്ത അഭിവൃദ്ധി വെച്ചുകൊണ്ട് പറയാം അൽഹംദുലില്ലാഹ്. നമുക്കൊരു അനുഗ്രഹം ലഭിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ നമ്മൾ എന്തുകൊണ്ട് സന്തോഷപ്പെടുത്തണം? അൽഹംദുലില്ലാഹ്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നന്ദി വാക്കാണ് അൽഹംദുലില്ലാഹ്. നമുക്കതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കുട്ടിയായി പഠിക്കുന്ന കാലത്ത് ഒരു വീട്ടുകാർ സൽക്കാരത്തിന് മൂപ്പരവിടുന്ന് ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോകും. അപ്പൊ ആ വീട്ടുകാർ നമ്മളെ സാധാരണഗതിയിൽ നമുക്കിപ്പോ കുറച്ച് ദ്വാരക്കാൻ മതിയാവില്ല. എന്താണ് ഇപ്പൊ നമ്മൾ ഉസ്താദ്മാര് ദ്വാരക്കുമ്പോ എന്തും കൂടി ദ്വാരക്കണം? അറബിയിൽ ദ്വാരക്കാൻ പോരാ, ഏതും കൂടി വേണം. നാളെ മലയാളത്തിൽ കൂടി ദ്വാരക്കണം. മലയാളത്തിൽ ദ്വാരന്നാലും പോരാ, ആരും കൂടി പറയണം, ഇന്റതും കൂടി പറയണം. ഇന്റതും കൂടി പറഞ്ഞാൽ പോരാ, ഇന്റതൊന്നും എടുത്ത് പറയണം. നമ്മളൊരു മനസ്സങ്ങനെയാണ്, സമാധാന മനസ്സാണ് അല്ലേ? ഇപ്പൊ നമ്മള് പറയാം, ഈ കൂട്ടത്തിൽ ഇരിക്കണ കൂടുതൽ രോഗികളുണ്ടാവും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ലോകത്തിന് ശിഫ തരട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ആയി. പക്ഷേ ഓരോരുത്തരും ആഗ്രഹിക്കാൻ ഇന്റത് പ്രത്യേകം പറയണേ. ഇന്റതിങ്ങനെ എല്ലാവരും രോഗം മാറ്റിയല്ല, നമ്മൾ ആഗ്രഹിക്കുമല്ലേ. അപ്പൊ നമ്മള് പിന്നെ ആഗ്രഹിക്കുന്നത് നമ്മളെ മനസ്സിന്റെ ഒരു സമാധാനാവസ്ഥയാണ്. ആരും അല്ലേ അത് ആഗ്രഹിക്കും. അപ്പൊ എനിക്ക് അപ്പൊ നമ്മളിങ്ങനെ നിൽക്കുമ്പോ നമുക്ക് ഭക്ഷണ രോഗത്തിനൊക്കെ ശിഫ തരണം, പ്രത്യേകിച്ച് കിഡ്നി രോഗം തരണ്ടേ. അപ്പൊ കിഡ്നി രോഗിയായ ആൾക്ക് എന്ത് വന്നു? ഇതിന്റെ കാര്യമുണ്ടാവും അല്ലേ? ഷുഗറിന് ഒരു അപ്പൊ ഷുഗർ രോഗി, അങ്ങനെ ഓരോരുത്തർക്കും എന്ത് കിട്ടും? ഒരു സമാധാനം കിട്ടും. ഇതേപോലെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ വേർന്നിട്ടില്ലാന്ന് തോന്നുന്നു. അതിപ്പോ ഞമ്മക്കാണെങ്കിലും വരുന്നത് ആ ഒരു തോന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് അവിടെ സ്ഥലത്ത് പോയിട്ട് പിന്നെ അർജന്റായിട്ട് പോകുമ്പോ അപ്പൊ ഒരു 100 തഹ്ലീൽ ചൊല്ലി മരിച്ചപ്പോഴ ഒരു 100 തഹ്ലീൽ ചൊല്ലി ഉൾവഭാവം പോയി നന്നാക്കി വേർന്ന് പോന്നു.
പിന്നെ അവര് പിന്നെ എന്താ പറഞ്ഞത്? ഈ ദ്വാന്റെ കോണല്ല പറഞ്ഞത്, യാസീൻ ഓതിയ. ഏതോതിയ? യാസീൻ ഓതിയ. രണ്ട് നിലക്കാണ്. ഒന്ന്, ഒരു ജനം പ്രതീക്ഷിക്കുന്നത് കിട്ടാത്തപ്പോൾ അതാണ് അല്ലേ. രണ്ടാമത്തത് പിന്നെ നമ്മൾ സംസാരത്തിന്റെ രീതിയാണ്. നമ്മൾ കുറവുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതാ പറയും. പക്ഷെ നമ്മളൊരു മനഃശാസ്ത്ര പ്രകാരം ദീനിയായിട്ടും അല്ലാത്ത നിലക്കൊക്കെ നോക്കിയാൽ എങ്ങനെയാണ്? കിട്ടിയതിനെ പുകഴ്ത്തി പറയും. കിട്ടിയതിനെ പുകഴ്ത്തി പറയും. അതാണ് ദീനി, അതാണ് മനഃശാസ്ത്രം, അതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇപ്പൊ വാക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങും. അതല്ല ദീനിനെ നേരത്തെ തന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ്. എത്ര വെള്ളമാണ്? ഒരു ഗ്ലാസ് വെള്ളം. അപ്പോ ഒരു ഗ്ലാസ് വെള്ളം വേണ്ടിട്ട് നമുക്ക് എത്ര കിട്ടി? അര ഗ്ലാസ് കിട്ടി അല്ലേ? അര ഗ്ലാസ് കിട്ടി. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതാണ്. എന്നൊക്കെ നമ്മളിങ്ങനെ പറയാണ് നന്നാക്കി. നിങ്ങൾ സാധാരണ പറയണമെന്ന് പറഞ്ഞാണ്. ഇപ്പൊ എന്റെ മുമ്പിൽ നന്നാകാന്നൊക്കെ ഞമ്മളപ്പൊ പറയാൻ ഒരു ഗ്ലാസ് വെള്ളമാണ്, അതിനിപ്പോ അര ഗ്ലാസ് ആയിട്ട് ആണോ അല്ലേ? നമുക്ക് എത്ര വേണം? ഒരു ഗ്ലാസ് വെള്ളമാണ്. അതിനെപ്പറ്റി നമ്മളെന്താ നമുക്ക് പറയാൻ? അര ഗ്ലാസ് ആയിട്ട്. ഇനി ബാക്കി എന്താ ചെയ്യുക? അങ്ങനെ തന്നെയല്ലേ നമ്മളെ പ്രയോഗം? ഇതൊരു പ്രയോഗം. അതേ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണ്ടവരാൾക്ക് അര ഗ്ലാസ് അൽഹംദുലില്ലാ അര കിട്ടിയിട്ടുണ്ടോ? അൽഹംദുലില്ലാ അര കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അര കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് കിട്ടിയാൽ മതി? അല്ലാ. ഇത് രണ്ടില് നിങ്ങൾക്ക് ഉഷാറ് തോന്നിയത് ഏതുമല? ഏതുമല? ആദ്യം പറഞ്ഞിട്ടാണോ ഇപ്പൊ പറഞ്ഞിട്ടാണോ? ഞമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ്. എത്ര കിട്ടിയത്? അര ഗ്ലാസ്. ഓനോട് ഞാനൊരു 5000 റുപ്യ ചോദിച്ചത്. എത്ര കിട്ടിയത്? 2000. ഇനിയിപ്പോ 3000 ഇല്ലാത്ത ആരോടാ ചോദിക്കാറ് അല്ലേ? അതേ സമയത്ത് വേറൊരുത്തനെ പറ്റി 5000 റുപ്യ ആവശ്യം. ഞാൻ രാവിലെ തന്നെ മുപ്പരെ കണ്ട് ചോദിച്ചപ്പോ അൽഹംദുലില്ലാ 2000 കിട്ടി. അൽഹംദുലില്ലാ 2000 കൊണ്ട് കിട്ടി. ഞാൻ 5000 ചോദിച്ചെങ്കിലും 2000 കിട്ടി. ഈ ബാക്കി കിട്ടി. ഏതിനാ ഉഷാറ്? അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന രീതി, ലോകത്തുള്ള എല്ലാവരും സ്വീകരിക്കേണ്ട രീതി. കിട്ടിയതിന് ശുക്ർ പറയണം, കിട്ടാത്തതിന്റെ പോരായ്മ പറയാനാണ്. കിട്ടിയതിന്റെ ശുക്ർ പറയുമ്പോൾ അല്ലാഹു തആല ബാക്കിയുള്ളത് കിട്ടാൻ എളുപ്പമാക്കി തരും. കിട്ടിയതിന് ശുക്രില്ലാതെ പറയുമ്പോൾ ഈ കിട്ടിയത് ചെലവാകുന്ന പണിയാക്കാം. ചില ആൾക്കാർ പറയും പണിക്ക് വേണ്ടി കുറച്ച് പൈസ കൂട്ടി മുഴുവൻ കിട്ടാത്തതുകൊണ്ട് ഉള്ളതും ചെലവായി. ആണോ അല്ലേ? 10000 റുപ്യേന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എത്ര കിട്ടി? 5000 കിട്ടി. ഓനോട് നന്ദി പറഞ്ഞില്ല. കുറച്ചോണെങ്കിൽ ബാക്കി 5000 കിട്ടിയാൽ മതിയല്ലോ. അൽഹംദുലില്ലാ 5000 കിട്ടുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ 5000 ഉണ്ടല്ലോ. അപ്പൊ അല്ലാഹു തആല ബാക്കി 5000 ഉണ്ടാകുന്ന പണിയാണ് ഇതിനെ കാണുന്നത്. നമ്മളുള്ള 5000ത്തിന് എന്താണ്? 5000 വെച്ചുകൊണ്ട് അന്നപ്പോ 1000 കഴിഞ്ഞു. ഓനിക്ക് 10000 ആയി കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഉള്ളതിന് ശുക്രില്ലാത്തതാണ്. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും ആണായാലും പെണ്ണായാലും നമ്മൾ പരസ്പരമുള്ള കാര്യങ്ങളിലും അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എപ്പോ ഏത് വേണം? കിട്ടിയതിന് ശുക്ർ പറയണം. കിട്ടിയതിന് ശുക്ർ പറയണം. നമുക്ക് ഒരു വീട്ടിലെ സൽക്കാരത്തിന് വിളിച്ചു. നമ്മൾ രണ്ടാളും പോയിരുന്നു. അപ്പൊ ആ വീട്ടിൽ ആദ്യം ഒരു വെള്ളം അല്ലേ? ഞമ്മക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ആ വെള്ളം വാങ്ങി ഒന്ന് കുടിച്ചിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കാൻ ആശിച്ചു നിൽക്കുന്ന സമയത്ത് ഇതാണെങ്കിലോ നല്ല രസമുള്ള വെള്ളം. അത് പറയുമ്പോഴല്ലേ ആ വീട്ടുകാർക്ക് അടുത്തത് തരാൻ ഒരു ഉഷാറ് കിട്ടുക. നിങ്ങളായാലും ഞാനായാലും അല്ലേ? ആ വെള്ളം കൊണ്ടുവന്നപ്പോ തന്നെ ഇത് വേണ്ട, ഈ വെള്ളം ഞാൻ കുടിക്കലില്ല, ഞാൻ കുടിക്കലില്ല. ഒരു ചായ കിട്ടും, ഇതാ ചായ, ഇത് വെച്ച് തണുത്തുവല്ലോ. ഞമ്മക്ക് ഫസ്റ്റിലൊരു വീട്ടിൽ ചെന്നപ്പോ കിട്ടിയ ഒരു വെള്ളമാണ് അല്ലേ? അപ്പൊ കിട്ടും, ഇതാ ചായ, ഇത് തണുത്തുവല്ലോ. അപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ഇയാൾക്ക് പിന്നെ ആണോ അല്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മെ പറ്റി മലക്കുകൾ വിലയിരുത്തുന്നുണ്ട്.
ഇവൻ റബ്ബ് തആല കൊടുത്തതിന് ശുക്ർ ചെയ്യുന്നുണ്ടോ? അതാണ് ഖുർആൻ. ഖുർആന്റെ തുടക്കത്തിൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ ആവർത്തിച്ച് സൂറത്ത് തന്നെ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എത്ര പറഞ്ഞാലും മതിയാവും. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിട്ട് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ വീട്ടിലേക്ക് ദ്വാരന്നത് മതിയായില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ആ കേസെത്തിയപ്പോ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ പ്രതിഫലം അത് മലക്കുകൾ എഴുതി തീർന്നിട്ടില്ല. നിങ്ങൾ എനിക്കൊരു ഭക്ഷണം തന്നില്ല, ആ ഭക്ഷണം തന്ന വകയിൽ ഞാൻ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അതിന്റെ പ്രതിഫലം മലക്കുകൾ എഴുതി തീർന്നിട്ടില്ല. എന്നിട്ട് മുമ്പിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നന്ദി പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു സംഗതി, നമ്മൾ പരസ്പരമുള്ള കാര്യം, അല്ലാഹ് തന്ന കാര്യം കിട്ടിയതിനെ ശുക്ർ വന്നുകൊണ്ട് വരിക. 100 രൂപ ആവശ്യമുള്ള ഒരാൾക്ക് 10 കിട്ടിയാൽ അൽഹംദുലില്ലാ 10 കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ 10 കിട്ടി. അതിന് കുറച്ച് കൊടുത്താലും അതിനെപ്പറ്റി നല്ലതിങ്ങനെ പറയുമ്പോൾ വീണ്ടും കൊടുക്കാൻ പോകും. ആണോ അല്ലേ? വീണ്ടും കൊടുക്കാൻ പോകും. അതാണ് അള്ളാഹു, നിങ്ങൾക്ക് ശുക്റുണ്ടോ അള്ളാഹു യാസ്തി തരും. നന്ദി കേടാണോ അള്ളാഹ്ക്ക് നിങ്ങൾ ആവശ്യമില്ല. ഇതന്നെ തന്റെ ആവശ്യമുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾ എന്നോടൊരു 10 രൂപ ചോദിച്ചു, ഇതാ തന്റെ വല്ല നിർബന്ധം? കിട്ടിയതിന് ശുക്ർ. അപ്പൊ ഏത് വിഷയത്തിലും നമ്മെ ഇസ്ലാം പഠിപ്പിക്കുക, നമ്മുടെ ഒരു 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 ഇടപെടൽ, നമ്മുടെ ഒരു വാക്ക് അതെപ്പോഴും എന്തായിരിക്കണം? അതൊരു പോസിറ്റീവ് എനർജി കിട്ടണം. അതാണ് ഖുർആൻ അൽഹംദുലില്ലാ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ. നമ്മുടെ ഈമാന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൂറത്താണ് അൽ-കഹ്ഫ്. അത് ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ പറഞ്ഞ് ശീലിക്കണം. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ആരാ അൽഹംദുലില്ലാ പറയുന്നുണ്ട? ഇപ്പൊ ഈ ഗൾഫുകാരൊക്കെ കൂടെ അറബികളുടെ കൂടെ ഒക്കെ പോയി വന്ന് അറബികളുടെ കൂടെ ഒക്കെ പോയി വന്നപ്പോ ഒരു അൽഹംദുലില്ലാന്റെ ആൾക്കാരാണ്. ഒരു അറബി എത്ര അൽഹംദുലില്ലാ ഒരു ദിവസം പറയുന്നത്? ചീത്ത വേണമെങ്കിൽ പറയാം അൽഹംദുലില്ലാ അല്ലേ? അഗ്നിജാലക്കാർക്ക് ലോകത്ത് പറ്റിയല്ല എത്ര ആളുകൾ പറയും. അപ്പോ അൽഹംദുലില്ലാ ഇപ്പൊ നമ്മൾ ആൾക്കാരും ഇങ്ങനെ തുടങ്ങിയിട്ട് പറയാം. മറ്റേത് നമ്മൾ കുഴപ്പമില്ല. എത്ര നല്ല സാധനം കൊടുത്താലും എന്താ മട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു കേൾക്കാൻ സുഖമില്ലാത്ത വാക്കാണ് കുഴപ്പമില്ല. അത്രേ പറയുള്ളൂ. അൽഹംദുലില്ലാ റാഹത്തായി, അൽഹംദുലില്ലാ സന്തോഷായി, അൽഹംദുലില്ലാ നല്ല ഭംഗിയായി. എന്നിട്ട് പിന്നെ നമ്മൾ ഏത് പറയാം? അതിനെന്തെങ്കിലും വിമർശനം അല്ല ആക്ഷേപം പറയുകയാണെങ്കിൽ പിന്നെ പറയാം. അതാ പറയാം. കിട്ടിയതിന് ശുക്ർ പറഞ്ഞു അൽഹംദുലില്ലാ 10 കിട്ടിയാണ് അൽഹംദുലില്ലാ. പിന്നെ എനിക്ക് 90 കൂടി കുറവുണ്ട് കേട്ടോ. അതാ പറയാം. കിട്ടിയപ്പോ തന്നെ നമ്മൾ ആ 10 വയന്നെ ചെയ്യുന്നില്ല അല്ലേ? നമ്മൾക്ക് ആരും അത് ചെയ്യരുത്. അത് ഭാര്യ ഭർത്താക്കൾക്കിടയിലായാലും, അത് മാപ്യം മക്കളും ആയാലും, അത് കൂളച്ചോടക്കാരായാലും, തൊഴിലാളി മുതലാളി ആയാലും, ആരും ഏത് വേണം ശുക്ർ. അതാണ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു അൽഹംദുലില്ലാന്റെ അർത്ഥം, അതിന്റെ പ്രതിഫലം തന്നെ മലക്കുകൾ എഴുതി തീർന്നിട്ടുണ്ടാവും. അതാണ് റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, അഫ്ളലു ദുആഇ അൽഹംദുലില്ലാ. നമ്മുടെ ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആയാണ് അൽഹംദുലില്ലാ. ഇനി നിങ്ങൾ സൂറത്തിലേക്ക് വന്നോൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. എന്താണ് അതിൽ ഓർമ്മപ്പെടുത്തുന്നത്? വിശുദ്ധ ഖുർആൻ. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യം ലക്ഷ്യം വെച്ചാണ് നൽകിയത്.
ഒന്ന്, അല്ലാഹുവിനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുന്നവരാരാണോ അവർക്ക് ശാശ്വത വിജയം, അവർക്ക് ശാശ്വത സന്തോഷം. ആ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഖുർആനിന്റെ ഒരു ഉദ്ബോധനം. നമ്മളാരും നമ്മളെ മനസ്സെങ്ങനെ, ഒരു കച്ചവടക്കാരൻ ഇത് വിറ്റാൽ എന്ത് ഓന് കിട്ടുന്നാണോ ചിന്തിക്കുക, എന്ത് ജനങ്ങൾക്ക് കിട്ടുന്ന ചിന്തിക്കുക. പക്ഷേ കച്ചവടക്കാരൻ നിങ്ങളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ വിചാരിക്കുക, ആദ്യം തന്നെ ഈ കച്ചവടത്തിനെ പറ്റി പഠിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താ കിട്ടുക ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താ കിട്ടുക. ആരും അങ്ങനെയാണ് അല്ലേ? ഞമ്മക്കിനി എന്താ ലാഭം അല്ലേ? ഞാൻ ഈ വാഴ പറയാൻ വേണ്ടി എന്റെ നാട്ടിൽ നിങ്ങളുടെ 2 മണിക്കൂർ സുബൈക്ക് നീച്ച് ഞാൻ ഇന്നലെ അവേലത്ത് നിങ്ങളെ ക്രൂസ് കഴിഞ്ഞാൽ പോകുമ്പോ 12 കാലം അവേലിന് എന്റെ അടുത്ത് യാത്ര ചെയ്യാൻ 1.5 മണിക്കൂർ. അപ്പൊ എന്തിനായി 2 മണി അല്ലേ? വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു ഉറങ്ങി വിഷയമൊക്കെ ആവുന്നതിന് 2.5 മണി. സുബൈന്റെ വാങ്ങത്ര അപ്പൊ എത്ര മണിക്കൂർ ഉറങ്ങി? നിങ്ങളിപ്പോ 8 മണി എത്തിയിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഞാൻ പിന്നെ സുബൈക്ക് നെച്ചിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിട്ട് ഇവിടെ എത്തും 8 മണിക്ക് അല്ലേ? ഞാൻ ഇത്തരത്തെ സാഹസപ്പെടുന്നതിനാ ഇതിന്റെ ലാഭത്തിനാണ്. നിങ്ങളെല്ലാരും ഇതിന്റെ വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് അൽഹംദുലില്ലാ പറയുമ്പോ ആ അൽ-കഹ്ഫ് സൂറത്തിന്റെ ആദ്യത്തിൽ അൽഹംദുലില്ലാ, ഫാത്തിഹ സൂറത്തിന്റെ ആരംഭത്തിൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ പ്രതിഫലം മുഴുവൻ ശേഷം നിങ്ങൾ പറഞ്ഞത് എത്രയാണ്? അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയ ദുആ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചത് ഓർത്തുകൊണ്ട് നിങ്ങളൊരു അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിൽ ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു എത്ര പ്രതിഫലം തരുന്നോ അതേപോലത്തെ ഒരു കൂലി തരും. നിങ്ങൾ എത്രയാണോ അൽഹംദുലില്ലാ പറയാൻ വലിയത്? നിങ്ങളിപ്പോ പറഞ്ഞ് നമ്മൾ ആണും പെണ്ണും ഒക്കെ പാടിയിട്ട് 100 കൂട്ടിക്കോളി. നമ്മൾ അധികം പറയണ്ട, 100 ആളെ കൂട്ടിക്കോളി. 100 ആളെ അൽഹംദുലില്ലാ, 100 ആളെ അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് എത്ര അൽഹംദുലില്ലാ ആവും? അത് 300 അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? നമ്മുടെ വലഭാഗത്തൊരു മലക്കും അൽഹംദുലില്ലാ പറയും, ഇടഭാഗത്തൊരു മലക്കും അൽഹംദുലില്ലാ പറയും. അപ്പൊ നമ്മൾ ഒരാൾ പറഞ്ഞാൽ എത്രയായാലും 100 ആൾ പറഞ്ഞാൽ 300 അൽഹംദുലില്ലാ. ഈ കൂലി എനിക്ക് കിട്ടുമല്ലോ, ഞാൻ എന്റെ ലാഭമാണ് കണ്ടത്. നിങ്ങളെ കച്ചവടത്തിൽ നിങ്ങൾ ആരും ലാഭം കിട്ടിയത്? നമ്മളെ ലാഭം കിട്ടിയത് അല്ലേ? എന്നാൽ അല്ലാഹു തആല ഖുർആൻ നമുക്ക് തന്നത് നമ്മളെ ലാഭം നമുക്ക് മനസ്സിലാക്കി തരാനാണ്. നമ്മൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചാൽ എന്താണ് ലാഭം? ആർക്ക്? നമ്മക്ക്. അള്ളാഹല്ല. അള്ളാഹ്ക്ക് നമ്മളെ കൊണ്ട് എന്ത് ലാഭമുള്ളത്? നമ്മൾ നോമ്പെടുത്തിട്ട് അള്ളാഹിന്റെ ഖജനാവുക്ക് വല്ല ലാഭമുണ്ടോ? പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ പിന്നെ നോമ്പിന് നീതി അള്ളാഹ്ക്ക് വല്ല ലാഭമാണ്. എന്തുകൊണ്ട്? നമ്മളിപ്പോ നോമ്പെടുത്തിട്ട് എന്താ ഈ നോമ്പ് കാലത്തെ മുമ്പ് ഒരു നാസ്ത ഒഴിവാക്കി രാവിലത്തെ അല്ലേ, പിന്നെ ഉച്ചക്കത്തെ ഒരു ഭക്ഷണം ഒഴിവാക്കി. അത്രയും നമ്മൾ ഭക്ഷണം ഇത് അള്ളാഹിന്റെ ഖജനാവുക്ക് വല്ല ലാഭം ഉണ്ടാവില്ല. എന്ത് ലാഭമില്ലാത്തത്? നമ്മൾ കാത്ത് നിൽക്കാണ് നോമ്പിന് തുറക്കാനും അല്ലെ? നോമ്പ് തുറക്കാനായപ്പോഴേക്ക് പൊരിച്ചതും വറുത്തതും കരിച്ചതും പിടിച്ചതും പൊടിച്ചതും പടച്ചോനെ എന്തെല്ലാം വിഭവങ്ങളാണ്. അല്ലാഹു നമുക്ക് നിഅമത്ത് തരട്ടെ. നല്ലതാണ്, ഇതൊന്നും യാതൊരു തർക്കമില്ല, ഉണ്ടാക്കിക്കോളി, യാതൊരു കുഴപ്പമില്ല. അതിലൊന്നും പിന്നെ അല്ലാഹു തആല നമുക്കൊക്കെ റിസ്ക് വിശാലമാക്കി തരട്ടെ, അത് പ്രശ്നം. പക്ഷേ ആ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? ഈ ഉച്ചക്കത്ത് കഴിക്കാത്തത് കൂടി നമുക്ക് നോമ്പ് ആകുമ്പോ കളാ കൂട്ടിയോ കിട്ടിയില്ല. നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ കൂട്ടിയോ കിട്ടി. നോമ്പ് തുറക്കാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാണ്ടല്ല, നോമ്പാണ് തുറക്കാന്ന് പറഞ്ഞാൽ റെയിൽവേ ഗേറ്റ് തുറന്നാൽ മതി. ഇല്ലേ? ഗേറ്റാണ് തുറക്കുന്നതോടെ കൂടെ വണ്ടികൾക്ക് ഒരു പോക്ക്. ആരൊക്കെ പോണത്? 2 വീലർ മുതൽ JCB വരെ അല്ലേ? അതിനല്ലേ നമ്മൾ നോമ്പ് തുറക്കല്. പിന്നെ അള്ളാഹ്ക്ക് ഇതെന്താ ലാഭം? നമ്മളെ ലാഭമാണ്. നമ്മളെ വിശ്വാസിയായത് നമ്മളെ ലാഭത്തിന് വേണ്ടിയാണ്. നമ്മൾ ഖുർആൻ ഓതിയത് നമ്മളെ ലാഭത്തിൽ. അപ്പൊ ഇതിനൊക്കെ നമ്മക്ക് എന്താണ് കിട്ടുക? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിച്ച് അള്ളാഹിനെ ഭയപ്പെട്ട് അള്ളാഹിനെ വഴിപ്പെട്ട് ജീവിക്കാണോ? നിങ്ങൾക്ക് എന്താണ് ലാഭം? എന്നാണ് വിശ്വാസികൾക്ക് എന്താണ് ലാഭം? അത് പഠിപ്പിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഒരു ലക്ഷ്യം. അതാണ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രത്യേക പേരാണ് ബഷീർ.
സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബഷീർ. ബഷീർ രണ്ട് അർത്ഥത്തിലുണ്ട്, രണ്ട് അക്ഷരം. ഒന്ന് ബഷീർ ഷീന്, മറ്റൊന്നോ ബസീർ. ബസർ കാഴ്ച, ബസീർ അകക്കാഴ്ച, അത് പറയാം. അതേസമയത്ത് അത് ബഷർ, അത് വിഷാർ, അത് ബഷീർ, അത് സന്തോഷം. അപ്പം ബഷീർ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. ബഷീർ സന്തോഷ വാർത്ത. എന്താ സന്തോഷ വാർത്ത? ഞമ്മക്ക് ഇങ്ങനെ സ്വർഗം കിട്ടല്ലേ, അള്ളാഹു സ്വർഗത്തിലെത്തിക്കണം. ഈ ഇരുത്തം നമുക്ക് സ്വർഗത്തിലിരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നെ. അള്ളാഹു റബ്ബി സ്വർഗത്തിലിരിക്കുമ്പോ എങ്ങനെ? കാല് നീട്ടി മുട്ടുകാല് മടക്കി വെച്ചിട്ടു, അവന് കണ്ണ് കാണാതെ, മറ്റവന് പല്ല് രണ്ടെണ്ണം പോയിട്ടു, മറ്റവനിപ്പോ നല്ലൊരു സാധനം കിട്ടിയാൽ കക്കാൻ വയ്യ, അങ്ങനെ ഇതായിട്ട് മറ്റവന് പല്ല് വേദന, ഇയാൾക്ക് മൂക്ക് വേദന. ഇങ്ങനെ സ്വർഗത്തിലിരിക്കല് ആണോ? നിങ്ങൾ വിചാരിച്ച സ്വർഗം തന്നെ. എനിക്ക് സ്വർഗത്തിന് കൂലി വന്നതിന് എന്താ? നിങ്ങൾ സ്വർഗത്തിൽ ഹോസ്പിറ്റലില്ല, അപ്പൊ പിന്നെ അവിടെ എന്തില്ല? ഹോസ്പിറ്റൽ ഇല്ലാത്ത എന്തുകൊണ്ടാ? രോഗം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഹോസ്പിറ്റലും ഇല്ല, ഡോക്ടർ. അതെന്നെ സ്വർഗത്തിൽ പോകാൻ പൂജായ വലിയൊരു സംഗതി. രണ്ടാമത്തത് സ്വർഗത്തിൽ വയസ്സാകില്ല. സ്വർഗത്തിൽ ഏതില്ല? വയസ്സില്ല. നമ്മളൊക്കെ കബറിന് എഴുന്നേൽപ്പിച്ച ശേഷം അല്ലാഹുതആല വീണ്ടും ഹയാത്താക്കിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സിറാത്ത് പാലം ആണ് അക്കരെ കടന്നാൽ, അക്കരെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ എത്തുന്നത് ഒരു തടാകത്തിനടുത്തേക്ക്. ഒരു തടാകത്തിനടുത്തേക്ക്. ആ തടാകത്തിന്റെ പേര് മാഉൽ ഹയാത്ത്. എന്തായാലും പേര് മാഉൽ ഹയാത്ത്. ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ്. ഒന്ന് ഓർമ്മിച്ചു വെച്ചോളൂ. കിട്ടിയിട്ടേക്ക് നമുക്ക് ചോദിച്ചു വാങ്ങുന്നത്. അള്ളാഹു രൂപീകരിക്കട്ടെ. അങ്ങോട്ട് കൊടുക്കാനുള്ളതാകുമ്പോൾ മറന്നാലും കുഴപ്പമില്ല, മറ്റോ ചോദിച്ചോളൂ. ഇതികൾ കിട്ടാനുള്ളതാണ്. അത് ആർക്കെന്നെ ഓർമ്മ വേണം? നമുക്കെന്നെ ഓർമ്മ വേണം. അള്ളാഹു രൂപീകരിക്കട്ടെ. അപ്പൊ സിറാത്ത് പാലം കടന്ന് അക്കരാണ് എത്തുമ്പോൾ ഒരു വെള്ളമുണ്ട്. എന്തായാലും പേര് മാഉൽ ഹയാത്ത്. ആ മാഉൽ ഹയാത്തിൽ നമ്മളൊന്ന് കുളിപ്പിക്കും. ആ മാഉൽ ഹയാത്തിൽ നമ്മളൊന്ന് കുളിപ്പിക്കും. ആ കുളിപ്പിക്കുന്നതോടുകൂടെ നമ്മളെത്തി ഇപ്പൊ എന്തൊക്കെ കുഴപ്പമുണ്ടോ അതൊക്കെ തീരും. ചുക്ക് ചുളിഞ്ഞത്, കറുത്തത്, വെളുത്തത്, മറ്റത്, ചേന, എല്ലാ സൈസും ഉണ്ടല്ലോ. ഇതൊക്കെ ആ മാഉൽ ഹയാത്തിൽ കുളിക്കുന്നതോടുകൂടെ നമ്മൾ ഏതായി? നമ്മൾ മുഴുവൻ ശുദ്ധിയായി. കബറിൽ കിടന്നങ്ങാട് പോരാണ് നമ്മൾ. എത്ര വർഷമായി കബറിൽ കിടക്കണേ? അപ്പൊ തിരിച്ചു വരുമ്പോ ഉള്ളിലിപ്പോ മൂത്രമോ മാലിന്യോ അതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഇനി നമ്മൾ അപ്പൊ അല്ലാഹു തആല മാഉൽ ഹയാത്തിലാണ് കുളിക്കുന്നതോടുകൂടെ നമ്മളെ ഉള്ളും പുറവും ശുദ്ധിയായി. ആ മാഉൽ ഹയാത്തിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഇന്റെ വയസ്സ് 28. നിങ്ങളതോ? നിങ്ങളതൊക്കെ 28. അതായത് ഒരു 25-30 ഇടക്ക് ആണുങ്ങൾ. അല്ലോ, പെണ്ണുങ്ങൾ ആ മാഉൽ ഹയാത്തിൽ കുളിച്ചു. ആ കുളിൽ കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ സ്വർഗത്തേക്ക് വേണ്ടിയിട്ട് വരുന്നത് ആ കുളിൽ തരാം. ആ കുളിൽ കഴിഞ്ഞ് നോക്കുമ്പോൾ പെണ്ണുങ്ങളെ വയസ്സ് ഒരു 20-25 ഇടക്ക്. ഹദീസിൽ പല വയസ്സ് പറഞ്ഞാണ് കറക്റ്റ്. അതൊരു എല്ലാ ഹദീസും കൂടി കൂട്ടിയാൽ 20-25 ഇടക്ക് വയസ്സാർക്ക് പെണ്ണുങ്ങൾക്ക്. നമ്മളെ വയസ്സോ 25-30 ഇടക്ക്. ഇനിയൊന്നും ആ വയസ്സല്ല. അല്ലാഹു സ്വർഗം തന്നെ. എല്ലാവർക്കും പിന്നെ വയസ്സ് അതേപോലെ തന്നെ. പിന്നെ ഇനി ഏതില്ല? ഇനി അടുത്ത കൊല്ലം വയസ്സ് കൂടുതലും വയസ്സ് കുറയലും ബാക്കിയുള്ളതും ഉണ്ടോ? ഇല്ല. എന്നും പെണ്ണുങ്ങൾക്ക് 25, നമുക്ക് കണ്ടോ നിങ്ങൾ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ബശീർ, നമ്മുടെ നിഅമത്തുകൾക്ക് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കും. വിശുദ്ധ ഖുർആന്റെ ഒരാവശ്യം എന്താണ്? ഖുർആൻ നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. രണ്ട് ഇതിപ്പോ നമുക്ക് കേൾക്കാൻ സുഖമുള്ള വിഷയമാണ്. ഇതൊക്കെ വെള്ളം കുടിക്കുക നല്ല സുഖമുണ്ടോല്ലേ, കേൾക്കാൻ ഭക്ഷണം കഴിക്കാം നല്ല സുഖമുണ്ടോല്ലേ, ഉറങ്ങുക നല്ല സുഖമുണ്ടോല്ലേ, അല്ലേ? ദാഹിച്ച് പഴങ്ങി ഏത് കിട്ടാനില്ല, വെള്ളം കിട്ടാനില്ല. വെള്ളം കിട്ടി വെക്കുമ്പോ അത് കുടിക്കാൻ പറ്റിയതല്ല. വെള്ളം കിട്ടി വെക്കുമ്പോ കുടിക്കാൻ പറ്റും, കൈപ്പോട് കുടിക്കാൻ പറ്റുന്നില്ല. ഏതാ കേൾക്കാൻ സുഖമുള്ളത്?
അള്ളാ അവിടെ ചെന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടി. എന്താ വെള്ളത്തിന് പണ്ട് ഊട്ടി പോയപ്പോൾ ചായ, എന്താ ആ ചായ, അത് പറയാൻ നല്ല രസമുണ്ടോണ്ട്, കേൾക്കാനും നല്ല ഉത്സാഹമുണ്ടോണ്ട്, കേട്ടോ പൂജാറുണ്ടോണ്ട്. അതാണ് ബഷീർ സന്തോഷ വാർത്ത. അതേ സമയത്ത് അവിടുന്ന് ഒരു വെള്ളം, ജയിലിൽ നിന്ന് ഒരു വെള്ളം കുടിക്കാൻ കിട്ടുന്ന അത് കിട്ടാതെ കല്യാണം അല്ലേ? അപ്പൊ ഒരേ വിഷയത്തിന് രണ്ട് പാർട്ടുണ്ട്. എന്ത്? സന്തോഷം, സുഖം, ഐശ്വര്യം, ഇതൊരു പാർട്ടാണ്. ആദ്യം അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ നൽകിക്കൊണ്ട് എന്താണ്? നന്മ ചെയ്ത ആളുകൾക്ക് സന്തോഷ വാർത്ത, നന്മ ചെയ്ത ആളുകൾക്ക് ക്ഷേമത്തിന്റെ വാർത്ത. അല്ലാഹുവിനെ ധിക്കരിച്ചു, അല്ലാഹുവിനെ നിഷേധിച്ചു, അല്ലെങ്കിൽ അള്ളാഹെ ഉറപ്പിച്ചിട്ട് തെറ്റ് മാത്രം ചെയ്തു, മാതാപിതാക്കളോട് കുടുംബത്തോട് അങ്ങനെ പിണങ്ങി തെറ്റ് ചെയ്തു, അവർക്ക് ദുഃഖവാർത്ത, അവരെ ഭയപ്പെടുത്തി. അതാണ് റസൂലുള്ളാഹിയുടെ പേര് നദീർ. നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആൾ. അപ്പൊ വിശുദ്ധ ഖുർആൻ രണ്ട് ദൗത്യാണ് നിർവഹിക്കുന്നത്. ഭയപ്പെട്ടവർക്കും വഴിപ്പെട്ടവർക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. വഴിപ്പെടാത്തവർക്ക് നരകം കൊണ്ട് അവരെ ബേജാററിയിക്കുക. ഇത് രണ്ടുമാണ് ഖുർആൻ. അതാണ് ഖുർആൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുന്നത്. ഓതിക്കൊള്ളി. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇബജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ ഹസനൻ മാകിദീന ഫീഹി അബദാ. ഒന്ന് ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയുടെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. അൽഹംദുലില്ലാഹ്, എല്ലാവിധ ശുക്റും എല്ലാവിധ സ്തുതികളും എല്ലാം അല്ലാഹുവിന് അർഹതപ്പെട്ടതാണ്. അൽഹംദുലില്ലാഹ്, അത് എല്ലാത്തിനും ഉൾപ്പെടുത്തി. കൂട്ടത്തിൽ പ്രത്യേകം അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്? അല്ലദീ, എന്താണ് അല്ലാഹുവിന്റെ പ്രത്യേകത? അൻസല അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ അബ്ദിന് അല്ലാഹു തആല ഇറക്കി കൊടുത്തു അൽ കിതാബ്, വിശുദ്ധ ഖുർആനിനെ. അല്ലാഹുവാണ് സർവസ്തുതി. ഏതിന്റെ പേരിലാണ് ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് പറയുന്നത്? ഖുർആൻ കിട്ടിയതിന്റെ പേരിലാണ്. എന്താണ് ഖുർആന്റെ പ്രത്യേകത? എന്താ ഖുർആന്റെ പ്രത്യേകത? വലം യജ്അൽ ലഹു ഇബജാ, ഖുർആനിൽ അധർമ്മമില്ല, ഖുർആനിൽ ചതിയില്ല, ഖുർആനിൽ വഞ്ചനയില്ല, ഖുർആനിൽ ഏതില്ല? വളഞ്ഞ വഴിയില്ല. നമ്മളൊരു സംഗതിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുകയാണെന്ന് വെച്ചാൽ പോകാൻ വേണ്ടി വെച്ച ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമ്മൾ പോകാം. മതിൽ ചാടിക്കടന്ന് പോകുന്നതോ, അപ്പുറത്തെ പരി കയറിയിട്ട് അടച്ചിട്ട വാതിൽ കുത്തി തുറന്ന് പോകുന്നതോ കണ്ട. വേഗം മനസ്സിലാക്കാനാണ് ഞാൻ നാളെ ഉദാഹരണം പറഞ്ഞത്. ഖുർആന്റെ ഒരു രീതി എന്താണ്? ഖുർആന്റെ ഒരു രീതി നേർക്കുനേരം, ഏത് വിഷയത്തിലും നേർക്കുനേരം. അതാ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. ആരാണ് അല്ലാഹു തആല? എങ്ങനത്തെ റബ്ബ്? അല്ലദീ അൻസലൽ കിതാബ്, അല്ലാഹു തആല കിതാബ് നൽകി, അഥവാ വിശുദ്ധ ഖുർആൻ അലാ അബ്ദിഹി, ആർക്ക്? മുത്തനബി മുഹമ്മദ് മുസ്തഫ. എങ്ങനത്തെ കിതാബാണ് നൽകിയത്? വലം യജ്അൽ ലഹു ഇബജാ, ആ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത, അതിൽ ചതിയില്ലാത്തതാണ്, അതിൽ വഞ്ചനയില്ലാത്തതാണ്, അതിൽ അധർമ്മമില്ലാത്തതാണ്, അതിൽ അനീതി ഇല്ലാത്തതാണ്, അതിൽ അസത്യമില്ലാത്തതാണ്. പിന്നെ എന്താണ് ഖുർആന്റെ പ്രത്യേകത? ഖയ്യിമ, നേർക്കുനേരെ. ഖയ്യിമ, നേർക്കുനേരെ. ഇബജി, വളഞ്ഞു വളഞ്ഞു. ഖയ്യിമ്, നേർക്കുനേരെ. അപ്പൊ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണ്? നേരായ മാർഗത്തിൽ ലോകത്തെ നയിക്കുന്നതിന് ആവശ്യമായ നിയമങ്ങൾ അടങ്ങിയ ഖുർആൻ. മനസ്സിലായി? അത് ഓതുന്ന സമയത്ത് അവിടെ ചെറിയൊരു നിയമം, ഒരു സക്കത്ത പഠിച്ചിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇബജാ എന്നും പറഞ്ഞ് ശ്വാസം പറ്റ വിട്ടിട്ട് പിന്നെ ആക്കത്തിൽ കയ്യിമ എന്ന് ഓതലല്ല. പിന്നെന്തുകൊണ്ട്? ഇബജ്, കയ്യിം, അത് ഖുർആന്റെ രണ്ട് സിഫത്താണ്. ഖുർആൻ ഏതാണ്? വളഞ്ഞ വഴിയല്ല, പിന്നെ നേരായ വഴിയാണ്.
അപ്പൊ അത് രണ്ടും ഓതുമ്പോൾ എന്ത് വേണം? അത് ഉടനെ വേണം. എന്തുകൊണ്ട്? ചില വാക്ക് പറയുമ്പോൾ മുറിച്ചു പറഞ്ഞാൽ അർത്ഥം വേണം. മുറിച്ചു പറയുമ്പോൾ അർത്ഥം വേണം. നമ്മളൊരാളെ ബഹുമാനിച്ച് പറയാൻ മഹാനായ എന്താ പറയുന്നത്? അതൊന്ന് മുറിച്ചു പറഞ്ഞു നമുക്ക് മഹാ. അപ്പൊ എങ്ങനെയുണ്ട്? നമ്മൾ ഒറ്റ വാക്കാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? മഹാനായ. കേൾക്കാൻ സുഖമല്ലേ? മഹാ. പിന്നെ എങ്ങനെയുണ്ട്? അർത്ഥം മാറിയില്ലേ? വലിയ വ്യത്യാസം വന്നില്ലേ? ഇതാ പറഞ്ഞത്. ഇത് ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാനാണ് ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നീട്ടിയാൽ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും കയ്യമല്ലി ഉന്തറ അതല്ല. പിന്നെ അതിങ്ങനെ പോകുമ്പം നിർത്തിട്ടില്ല, വെച്ചിട്ടില്ല. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. അങ്ങനെ ഇത് ഒരു ആയത്തുകൾ അവസാനിക്കുന്നുണ്ടെങ്കിലും മറ്റേ ആയത്തിന്റെ ആരംഭം ഈ ആയത്തിന്റെ അവസാനം അധിക താമസിയാതെ അതിനൊപ്പം ഇങ്ങനെയാണ് പോകണം. അത് ആ ബോധത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. അങ്ങനെ അപ്പൊ വിശുദ്ധ ഖുർആന്റെ രണ്ട് സിഫത്താണ്. ഒന്ന്, ഖുർആൻ സത്യസന്ധമാണ്, ഖുർആൻ ചൊവ്വായ മാർഗമാണ്, ഖുർആൻ നീതി മാർഗമാണ്, ഖുർആൻ ധർമ്മത്തിന്റെ മാർഗമാണ്, ഖുർആൻ സത്യത്തിന്റെ മാർഗമാണ്. ഏതല്ല, അസത്യത്തിൻ്റെതല്ല, അധർമ്മത്തിൻ്റെതല്ല, അനീതിയുടേത് അല്ല. ഖുർആനാകുന്ന ഭരണഘടന നോക്കിയാൽ എന്താണ്? ഖുർആൻ എന്ന ഭരണഘടന നോക്കിയാൽ അത് ആരെ വിഷയം നോക്കാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ്. ആ വിഷയത്തെ നീതി എന്താണ്? അതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, നബി എനിക്കൊരു കേസ് പറയാം. എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തൊഴിലുടമസ്ഥനാണ്, എനിക്ക് കുറെ ഭൂസ്വത്തും കുറെ തൊഴിലാളികളൊക്കെ. എന്നിട്ട് പറഞ്ഞ പണിയൊന്നും പണിക്കാർ ശരിക്കും തൊഴിലാളികളെ വെച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനക്കാർക്ക് അറിയാം. പല തൊഴിലാളികളും എന്ത് ചെയ്യും? പറഞ്ഞ പണി എടുക്കൂല, കരുതി അത്ര പൂർത്തിയാക്കൂല. നമ്മളവിടെ ആശാരി കുതിര ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോ കുതിരന്റെ ഒരു കാലം ആയപ്പോട്ട് 3 കാലം കിട്ടും. എങ്ങനെയുണ്ട്? ഒരാള് കുതിര നോക്കുമ്പോ കാല് 4 4 കാലും ഉണ്ട്. കുതിരക്ക് ഏതുണ്ട്? മരങ്ങോണ്ടുണ്ടാക്കിയ കുതിരക്ക് 4 കാലും ഉണ്ട്. പക്ഷെ എങ്ങനെയാണ്? ഒരു കാലും മേപ്പോട്ടും 3 കാലും കിട്ടും. അപ്പോ നിങ്ങളാണ് മുതലാളി എന്ന് വെച്ചാൽ കാണുമ്പോ ദേഷ്യം പിടിക്കോ? പിടിക്കണോ പിടിക്കണ്ട അഭിപ്രായം? അപ്പൊ ആരോ ചോദിച്ചു, എന്റെ ഇപ്പൊ കുതിര എങ്ങനെ? അപ്പൊ ഒരാൾ പറഞ്ഞു, ഒന്നിരിക്കലും ഉണ്ടാക്കണ കുതിരക്കാരിയാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിച്ച കുതിരക്കാരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കുതിര. അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്ത് പറഞ്ഞ മാതിരി അല്ലാതെ ചെയ്തു വെക്കുമ്പോ ദേഷ്യം വരുവരുടെ. അപ്പൊ സംസാരിക്കൂലേ? ഇതാണ് ഇയാളെ കേസ്. നബി ഇരിക്കൂടെ തൊഴിലാളികളും സ്വത്തുക്കളുള്ള ആളാണ് ഞാൻ. തൊഴിലാളികളെ പല പണി ഏൽപ്പിച്ചു പോയാൽ തിരിച്ച് പിന്നെ അവിടെ ചെല്ലുമ്പോൾ അതിന് പറഞ്ഞ മതിയൊന്നും ആവില്ല. അപ്പൊ ഞാനും ഇവര് വെച്ച് എപ്പോഴും സംസാരിക്കേണ്ടി വരിക, എപ്പോഴും ആക്ഷേപം പറയേണ്ടി വരിക. അങ്ങനെ വല്ലാത്തൊരു കുരുമാലിലാണ് ഞാൻ. എന്റെ പണിസ്ഥലത്തേക്ക് പോകണ്ടെന്ന് വിചാരിക്കില്ല. കാരണം ചെന്നാ പേരേറ്റ് വെച്ചിട്ട് വരുമ്പോൾ സംസാരിക്കേണ്ടി വരും. ഇങ്ങനൊരു കേസിലാണ്. കേസൊക്കെ കേട്ട ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല നിങ്ങളെ മഹ്ശറിലാക്കണം, നിങ്ങളെ തൊഴിലാളികളിൽ കൊണ്ട്. ചില ആളുകളെ തൊഴിലാളികളെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ, മുതലാളിയുടെ കുറ്റം കാണില്ല. എന്താ മുതലാളിയുടെ കുറ്റം? ഒന്ന് കൂലി മര്യാദക്ക് കൊടുക്കാതിരിക്കുക. രണ്ടാമത്തത് കൂലി ഒരു നിശ്ചിത സമയത്ത് കൊടുക്കാതിരിക്കുക. ഒരാൾക്ക് 1000 രൂപ ശമ്പളം വിചാരിച്ചാൽ ആ 1000 കൃത്യത്തിന് കൊടുക്കണ്ടേ? ആ 1000 100 രൂപ കൊടുക്കും. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ബുദ്ധിമുട്ടാക്കിയപ്പോൾ 200 കൊടുക്കും. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ 100 കൊടുക്കും. അങ്ങനെ കൊടുത്ത് എത്ര കൊടുത്ത്
എത്ര കൊടുത്ത്? 850 കൊടുത്ത്, ബാക്കി 150 പണം കൊടുക്കാൻ. പിന്നെ അങ്ങനത്തെ ആൾക്ക് പണിയെടുക്കുന്ന തൊഴിലാളി വേണ്ടത് നന്നാവും. അപ്പൊ അതെന്നെ പറഞ്ഞു. ചില ആൾക്കാർ വേറെ വ്യത്യാസം എന്താ, അത് എത്ര നന്നാക്കി ചെയ്താലും കുറ്റേ പറയും. നിങ്ങൾ വീട്ടിലൊക്കെ ചില ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് ഇരുന്നിട്ട് അങ്ങനെ കുറ്റം പറയും ഭക്ഷണത്തിന്. അപ്പൊ പേർക്കാർക്ക് വിചാരിക്കും എന്തെങ്കിലും കുട്ടികൾക്ക് നല്ലോണം കൊടുക്കാറില്ല, അത് പറ്റുമെങ്കിൽ. പക്ഷെ ഒരു മണി പറ്റി അത് ബാക്കി ഇല്ലാത്ത കുറ്റല്ല. എന്നാ പിന്നെ അവിടെ ബാക്കിയുള്ള സാധനം അതുകൊണ്ടില്ല. ഇതൊക്കെ മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ അല്ലാഹു തആല ആഖിറത്തിൽ കൊണ്ടുവരും, നിങ്ങളെ തൊഴിലാളികളെ കൊണ്ടുവരും. രണ്ട് കൂട്ടരുടെയും കുഴപ്പം എന്താണോ, തൊഴിലാളികളുടെ ഭാഗത്ത് സംഭവിച്ച വീഴ്ച, അത് അല്ലാഹു തആല മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലോ. അതിന്റെ പേരിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ആക്ഷൻ, നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്, അത് ഒരു തുലാസിൽ പോകും. രണ്ടും തൂക്കി നോക്കിയിട്ട് ഏതാണ് ഏറ്റ വ്യത്യാസം, അതിനനുസരിച്ച് കിട്ടേണ്ടത് കിട്ടും. മുഹമ്മദ് മുസ്തഫ നീതി ആയോയിലെ, നീതി ആയോയിലെ, അതാണ് വളഞ്ഞും വളഞ്ഞും പോണേനൊക്കെ നേരാക്കിയിട്ട് മനസ്സിലായി. അപ്പൊ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഏതാണ്? നീതിയുടെ ഗ്രന്ഥമാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ. എന്താണ് ഖുർആൻ? അത് സത്യത്തിന്റെ പക്ഷത്താണ്, നീതിയുടെ പക്ഷത്താണ്, ധർമ്മത്തിന്റെ പക്ഷത്താണ്, അനീതിയുടെ പക്ഷത്തല്ല, അധർമ്മത്തിന്റെ പക്ഷത്തല്ല. ഖുർആൻ ചതിയുടെ മാർഗത്തിലല്ല, ഖുർആൻ വഞ്ചനയുടെ മാർഗത്തിലല്ല, ഖുർആൻ അവിഹിത മാർഗത്തിലല്ല. ഖുർആൻ അങ്ങനെ വേലിയാടാൻ പഠിപ്പിക്കുന്നതല്ല, ഖുർആൻ മതിരി ചാടിക്കടക്കാൻ പഠിപ്പിക്കുന്നതല്ല, ഖുർആൻ അങ്ങനെ മറ്റേതെങ്കിലും കുത്തി തുറന്ന് പഠിപ്പിക്കുന്നതല്ല. നേർക്ക് നേരെ ഒരു വീട്ടിലേക്ക് ചെല്ലാൻ ഗേറ്റുണ്ട്. ആ ഗേറ്റ് തുറന്ന് ഒത്തുൽ ബുയൂത്തം നബുവാവിയ, ആ വീട്ടുകാർ സമ്മതപ്രകാരം നേർക്ക് നേരെ ഈ ഒരവസ്ഥ പറഞ്ഞിട്ട് ഖുർആൻ ഇനി ഒരിക്കലും അപ്പുറത്ത് ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. എന്താണ് ഖുർആന്റെ ദൗത്യം? ലിയുൻദിറ ബഅസൻ ശദീദ, കഠോരമായ ശിക്ഷ കൊണ്ട് മുന്നറിയിപ്പ് നൽകുക. ബഅസ് എന്ന് പറഞ്ഞ് നിർത്തിയ ഖുർആൻ, ബഅസ് എന്ന് പറഞ്ഞാൽ തന്നെ താങ്ങാനാവാത്തത്. പിന്നെ ഇനി ശദീദ് എന്ന് കൂടി പറഞ്ഞാലോ, ബഅസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കഠിനമായത്. പിന്നെ ശരീരം കഠിന കഠോരം. അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലായല്ലോ. ചില വാക്കുകൾ, ആ വാക്കിന്റെ ഉച്ചാരണത്തിനുണ്ട് അർത്ഥം, ആ വാക്കിന്റെ ഉച്ചാരണത്തിന് അർത്ഥം, ആ സന്ദർഭത്തിൽ മനസ്സിലാക്കണം അല്ലേ? അതെ, ആശാരി ഇങ്ങനെ പഠിപ്പിക്കണം. അപ്പൊ ആശാരികളെല്ലാം ചെന്നപ്പോ ആശാരി പറഞ്ഞു, ഒരു പട്ടിക പട്ടിക. അപ്പൊ നിങ്ങളൊരു പട്ടിക പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് മദ്രസയിലാ പോയി. മദ്രസയിൽ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു, ആ പട്ടിക ഒന്നിന് എടുക്കുമോ? എഴുതിയപ്പോ രണ്ടും പട്ടിക എന്നായിട്ട് വ്യത്യാസം ഉണ്ടാവും. എഴുതിയപ്പോ ആ പട്ടിക തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ പട്ടിക എന്നാണ് എഴുതിലുണ്ടാകുന്നത്, എഴുത്തിലുണ്ടാകുന്നത് അല്ലേ? പിന്നെ ഇത് പട്ടിക, ആശാരി പറഞ്ഞ പട്ടിക ഏതാ? ആചാര പട്ടിക. ഉസ്താദ് പറഞ്ഞ പട്ടിക ഏതാ? മരത്തിന്റെ പട്ടിക. അപ്പോ ഈ വ്യത്യാസം പഠിക്കണം, അത് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ കലാമിലെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ള വിശദീകരണം എന്ത്, അത് പഠിപ്പിക്കാൻ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളിൽ നിന്ന് നേരെ പഠിച്ച സ്വഹാബാക്കളിൽ നിന്ന് നേരെ പഠിച്ച താബിഈങ്ങൾ. അതാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. ആ പഠിപ്പിക്കലാണ്. എന്താ റസൂലുള്ളാഹിന്റെ ആവശ്യം? കഠോരമായ ശിക്ഷ അല്ലാഹുവിന്റെ ഭാഗത്തുണ്ട്, അത് പഠിപ്പിക്കാനാണ് ഖുർആൻ. അവിഹിത മാർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അതേ സമയത്ത് അപ്പുറത്ത് ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. എന്താ ഖുർആന്റെ ഓർമ്മപ്പെടുത്തൽ? രണ്ടാമത്തെ ഭാഗം അനുവദനീയമല്ലാത്ത മാർഗത്തിൽ സഞ്ചരിച്ചവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും അതേ സമയത്ത് നേരായ മാർഗത്തിൽ സഞ്ചരിച്ച
സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഖുർആൻ. സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആരാ സത്യവിശ്വാസി? അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്നവർ. അവർ വാക്കിൽ നല്ലവരാണ്, ഒരു പ്രവൃത്തിയിൽ നല്ലവരാണ്, അവര് എല്ലാത്തിലും സൽക്കർമ്മമാണ്. നമ്മൾ ഒരേ നോട്ടം തന്നെ രണ്ട് നോട്ടം ഉണ്ടോ അല്ലേ? നമ്മൾ ഒരാളെ മുഖത്തേക്ക് നോക്കുക, രണ്ട് സൈസ് നോട്ടം ഉണ്ടോ അല്ലേ? ഏതാ രണ്ട് സൈസ്? ഒന്ന് ഓനെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളോ അല്ലേ? ഒന്ന് ഓനെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളോ? മറ്റത് ഓനെ പരിഗണിച്ചു കൊള്ളോ? അവഗണിച്ച നോട്ടവും പരിഗണിച്ച നോട്ടവും ഒരേപോലെയാണ്. ഞാനിന്നാൾ ഒരു കേസ് മദ്യം പറയാൻ വേണ്ടി വാപ്പി മക്കളുള്ള കേസാണ്. വാപ്പാക്ക് തെങ്ങുമ്പറമ്പാണ് 10 ഏക്കർ. 10 ഏക്കർ തെങ്ങുമ്പറമ്പാണ്. അപ്പൊ മൂപ്പർക്ക് 4 മക്കൾ. 4 മക്കളെ പേരും 2 ഏക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തിനായി 8 ഏക്കർ. 2 ഏക്കർ ആയിരിക്കും വാപ്പ. അപ്പൊ സംഗതി കേട്ടാ തന്നെ പറഞ്ഞില്ലേ, അങ്ങനെ പറയുന്നത് 4 മക്കൾക്ക് 2 ഏക്കർ അവർക്ക് ഒരു പേരിലാക്കി. വാപ്പാക്കോ അപ്പൊ ഒരു മര്യാദ തന്നെയല്ലേ കേട്ടു നോക്കിയാൽ. ഇത് വാപ്പ നമ്മളെ കേസിൽ മദ്യം പറയാൻ വേണ്ടി ഇരുന്നപ്പോ പറഞ്ഞു, ഉസ്താദെ മക്കൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എനിക്ക് 10 ഏക്കർ ഭൂമി, ഈ വില നിൽക്കണ 2 ഏക്കർ ഇന്ത്യൻ പെണ്ണുങ്ങൾ, അത് ഞാൻ പേരിലാക്കി. കുട്ടികളൊക്കെ വരെ സ്വാതന്ത്ര്യം പോലെ ചെയ്തോട്ടെ, ഞാൻ 2 ഏക്കർ ഒരുക്കും. അങ്ങനെ ഞാൻ ചെയ്തിരിക്കണം. പിന്നെ എന്തിനാ പേരിന് ഇറങ്ങാറുണ്ട്? അപ്പൊ തന്നെ കുട്ടികൾ 4 ജയിച്ചിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങൾക്ക് വാപ്പ തന്നിക്കണെന്നുണ്ട്. 3000 മാത്രമാണ് ഞങ്ങൾക്ക് തന്നത്, കാര്യമൊക്കെ വാപ്പനെയാണ്. 3000 മാത്രമാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? തെങ്ങിന്റെ വരുമാനം അടിയിലോ മേലെ? തെങ്ങ് ഇതുവരെ കണ്ടു. തെങ്ങിന്റെ വരുമാനമൊക്കെ അവിടെ അടിയിലാണോ മുകളിലാണോ? അപ്പൊ കുട്ടികളെ എഴുന്നേറ്റ് പറഞ്ഞത് എന്താ? കടലാസ് ഞങ്ങളുടെ പേരിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മുരയുടെ ആരുടെ പേരിൽ തന്നെയാണ്? ഞങ്ങളുടെ പേരിൽ തന്നെയാണ്. മുകളൊക്കെ ആയി തന്നെ വാപ്പാക്ക് തന്നെയാണ്. അപ്പൊ ഒരാളെ മുമ്പിൽ പറഞ്ഞു നോക്കിയാൽ മക്കൾക്കൊക്കെ 2 ഏക്കർ കൊടുത്തിട്ടുണ്ട്. വരുമാനമൊക്കെ ആരെന്നെ എടുക്കുന്നത്? വർത്താനത്തിൽ ചിലപ്പോൾ എന്തുണ്ടാകും? ഒരു അവിഹിത ആ രീതി ഏതിനില്ല? ഖുർആനില്ല. ഖുർആൻ നമ്മൾ ചതിക്കണ ഗ്രന്ഥമല്ല. ഖുർആൻ നമ്മൾ ഒരു വഞ്ചിക്കണ ഗ്രന്ഥമല്ല. ഖുർആൻ അതിന്റെ നേർക്ക് നേരെ. അതാണ് കയ്യമൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? മോശപ്പെട്ട ആളുകൾക്ക് നരകം കൊണ്ട് ദുഃഖവാർത്ത അറിയിക്കും. അതേ സമയത്ത് നല്ല ആളുകൾക്ക് അല്ലാഹു തആല ഏതറിയിക്കും? അവർക്ക് നല്ല ഏതറിയിക്കും? സന്തോഷ വാർത്ത അറിയിക്കും. അതാണ് ആദ്യ ഭാഗം. കഠിന കഠോരമായ ശിക്ഷ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. അതേ സമയത്ത് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ. എന്താണ് അവർക്ക് സന്തോഷം? അന്നലഹും അജ്റൻ ഹസനാ. അന്നലഹും, നല്ല വിശ്വാസികൾക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് അജ്റൻ ഹസനാ, നല്ല പ്രതിഫലം, നല്ല ശമ്പളം, നല്ല ആനുകൂല്യം. അജ്റാന്ന് പറഞ്ഞാൽ തന്നെ മതി ശമ്പളത്തിന്. ആനുകൂല്യത്തിന് ഏത് മതി? നേരത്തെ നിങ്ങൾ കൂട്ടി പഠിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ബഹ്സാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കഠിനമാണ്. പിന്നെ ശരീരത്തിന് കൂട്ടിയത് എന്തിനാ? കഠിന കഠോര ശിക്ഷ. അജ്റാന്ന് പറഞ്ഞാൽ തന്നെ പ്രതിഫലമാണ്, ശമ്പളമാണ്, വരുമാനമാണ്. പിന്നെ എന്തിനാ ഹസന എന്ന് പറഞ്ഞത്? കണക്ക് കൂട്ടിയുടെ അപ്പുറം. കണക്ക് കൂട്ടിയുടെ അപ്പുറം. സാധാരണ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്ത് കിട്ടിയാൽ മതി? നിങ്ങളെ മോനെ അവിടെ പോയി, ഗൾഫിൽ പോയി, മോനിക്ക് അവിടെ നല്ല ജോലിയാണ്. മറ്റാൾ ചോദിച്ചിട്ട് മോനിക്ക് നല്ല ജോലിയാന്ന് പറഞ്ഞാൽ പോലെ മോനിപ്പോ ഫാമിലി കൊണ്ടുപോകാൻ സൗകര്യം ചെയ്ത്, ഫ്ലാറ്റ് ഫ്രീ ആണ്, കാറ് ഫ്രീ ആണ്, മോനിക്ക് ഇയർലി ടിക്കറ്റ് ഫ്രീ ആണ്. എങ്ങനെയുണ്ട്? അപ്പൊ അജ്റാന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ പെടുള്ളൂ? ശമ്പളം മാത്രമേ പെടുള്ളൂ. ഹസന ഏത് കൂടിയുണ്ട്? ഇതൊക്കെ അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി. അതാണ് 10 ഇരട്ടി ബോധ്യപ്പെടുത്താൻ ഖുർആൻ അജ്റാന്ന് പറഞ്ഞു നിർത്താതെ ഹസന. നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലായി? ഒരു സംഗതി പഠിക്കുമ്പോഴേ
ഞമ്മക്ക് മനസ്സിലാകും. ഇന്നെങ്കിൽ അത് വേറൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ പോയിട്ട് വേറൊരാൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കും. നമുക്ക് നമ്മളെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അതിന് സാധിക്കണം. അപ്പൊ അതിന് നമ്മൾ അതിന്റെ നാളെ ഒരു ഉദാഹരണം ചേർത്ത് പഠിച്ചാൽ വേഗം ബോധ്യപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു ശിക്ഷ എന്ന് പറഞ്ഞ നിർത്തിയില്ല, ശരീരം കഠിനമായ. അതേപോലെ കൂലി പറഞ്ഞു കൊടുത്തും പറഞ്ഞു അജ്റ പ്രതിഫലം തരുന്നു പറഞ്ഞ് നിർത്തിയില്ല. പിന്നെ അജ്റൻ ഹസന, ഹസന എന്ന് വെച്ചാൽ ശമ്പളം മാത്രമല്ല, പിന്നെ ഫുഡ്, അക്കോമഡേഷൻ, ഇയർലി ടിക്കറ്റ്, യാത്രാ സൗകര്യം ഒക്കെ കൂടിയതാണ് എന്ന് പറഞ്ഞ പോലെ. ഇനി മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അല്ലദീന എങ്ങനത്തെ മുഅ്മിനീങ്ങൾ യഅമലൂന സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ നിരതരായവർ, സൽക്കർമ്മങ്ങളിൽ നിരതരാണ്. ഒരു ദിവസം നിൽക്കട്ടെ, പിന്നെ 4 ദിവസം. ഇപ്പൊ ചെറിയ സലാത്തിന്റെ അങ്ങോട്ട് ചെല്ലിയല്ലേ എത്ര സലാത്ത്? 1 കോടി സലാത്തിന്റെ മത്സരം. അതിൽ ചെല്ലുന്ന ചെല്ല് ആ മത്സരമാണ് കഴിഞ്ഞു നോക്കുമ്പോ പിന്നെ സലാത്തന്നെ. ഇതൊരു രീതിയല്ല. അങ്ങനെയല്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. കല്യാണത്തിന്റെ നാൾ ഭക്ഷണം കഴിച്ചു, വെറും ഭക്ഷണം. ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞത്, ഒരാൾ കല്യാണ പേരിൽ ചോറിന്റെ ഉരുളങ്ങനെ ഉരുട്ടിനോടൊപ്പോ മറ്റോ ചോദിച്ചു ഇത് തരിയിൽ വെക്കാനാണോ? അങ്ങനത്തെ ഉരുട്ടലാണ്. ഇങ്ങനെയാണ് ഉരുട്ടിയിട്ട് കഴിക്കാൻ. പിന്നെ ഒരാഴ്ച പോലെ ഭക്ഷണമല്ല. അത് നടക്കൂല. പിന്നെ ഏതാ ഭക്ഷണം കഴിക്കല്? ഭക്ഷണം ഒരു പാകത്തിന് ഇങ്ങനെ കഴിച്ചു. രാവിലെ ഒരു നാസ്ത, ഉച്ചക്ക് ഒരു ഭക്ഷണം, രാത്രി ഒരു ഭക്ഷണം. ആ പതിവായിട്ട് കഴിക്കണതാണോ നല്ലത്? ഒരു ദിവസം ഭയങ്കരമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കല്യാണത്തിന് കുറച്ച് കൂടുതൽ കഴിക്കണതിന് കുഴപ്പമില്ല, 1 കോടി മത്സരത്തിൽ കൂടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് മറ്റ് വിൽക്കാൻ പാടില്ല. നമുക്കൊരു പതിവുണ്ട്, പതിവ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് യഅമലൂന സ്വാലിഹാത്ത്, പതിവായിട്ട് സൽക്കർമ്മങ്ങൾ. അവർക്ക് അല്ലാഹു തആല പ്രതിഫലം. എങ്ങനെ പ്രതിഫലം? എങ്ങനെ? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് അല്ലാഹു തആല വൻ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നിർത്തിയില്ല. പിന്നെയോ ആ പ്രതിഫലം ഏതാണ്? സ്വർഗമാണ്. മാകിസീന ഫീഹി, ആ സ്വർഗത്തിൽ അവർക്ക് സുഖമായി താമസിക്കാം. എന്നിട്ട് ഖുർആൻ നിർത്തിയ അബദാ, കാലാകാലം. അബദാ, കാലാകാലം. അല്ല, മാകിസീന ഫീഹി അബദാ, മാകിസീന ഫീഹി, സ്വർഗത്തിൽ അവർ സുഖമായിട്ട് താമസിക്കും. എത്ര കാലം? അതിന്റെ ഒരു സംഗതി സ്വർഗത്തിൽ നിന്ന് എങ്ങാനും പുറത്താക്കി നോക്കണ്ട. എസിന്ന് പുറത്തു വന്നാൽ തന്നെ എങ്ങനെയുണ്ട്? നമ്മളെ നല്ല ചൂടിൽ നമ്മൾ എവിടെ ഇരുന്ന് നോക്കിയാണ്? കുറച്ചു നേരം എ സിയിൽ ഇങ്ങനെ ഇരുന്നു. അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് എ സിയിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നടക്കണം. ഒന്ന് നടന്നോളാം. എ സിയിൽ പോണതിന് മുമ്പ് അത്ര ചൂട് അനുഭവപ്പെട്ടിരുന്നില്ല. എ സിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചൂട് കൂടിയോ കൂടിയില്ലേ? നിങ്ങൾ ഇതുവരെ എ സി പോയിട്ടുണ്ട്? പഴയ കാലത്ത് ഹോട്ടലിലാണ് ആദ്യമായിട്ട് ഒരു റൂമിൽ എ സി ഉണ്ടായിരുന്നു. കോഴിക്കോട്ടെ നമ്മളെ സാഗർ ഹോട്ടലിൽ ഒരു റൂമിൽ എ സി ആണ്. അപ്പോ ഒരു സാധു നാട്ടുകാരൻ ആരാണ് അവിടെ ചോറ് കഴിക്കാൻ. അപ്പോ ആ സപ്ലൈക്കാരൻ ചോദിച്ചു എ സി ഇടണോ? ചോറിന്റെ പ്ലേറ്റൊക്കെ വെച്ചിങ്ങാണ്ട് എ സി ഇടണോ? അപ്പൊ വന്ന കൂട്ടത്തിൽ ഒരാൾ ചോറ് കുറച്ച് നീക്കിങ്ങാണ്ട് കുറച്ച് പിടക്കുള്ള ഓൻ വിചാരിച്ചത് വരെ പെരുവോ എന്തെങ്കിലും പിടിച്ചതോ അങ്ങനെന്തോ അതൊക്കെ വിചാരിച്ചത്. എ സി ഇടണമെന്ന് ചോറൊക്കെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഇടണമെന്ന് ചോദിച്ചപ്പോ ഇയാളെന്താ വിചാരിച്ചത്? ഇയാള് വിചാരിച്ചത് ചോറിലേക്കുള്ള ഏതെങ്കിലും കറി കോഴിക്കോടല്ലേ, അപ്പൊ ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും വിചാരിച്ചത്. ആ ചോറ് കുറച്ച് നീക്കി കുറച്ച് പിടക്കുള്ള അങ്ങനത്തെ ഒരു കാലം ഇവിടെ എ സിക്ക് നടന്നിക്കണേ. എല്ലാ കാലത്തും ഒരേ മതി. ഇപ്പൊ ഇത് നടപ്പായി. അപ്പൊ നമുക്ക് പരിചയപ്പെടും. എ സിയിൽ നല്ല ചൂടിന് പോയിട്ട് എ സിയിൽ ഇരിക്കും. നമ്മൾ എ സിന്റെ സമയം കഴിഞ്ഞാണ് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങി നോക്കി. എ സിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് ചൂട് കൂടോ കൂടെ. അപ്പൊ ഇതാണ് ഖുർആൻ പറഞ്ഞത്.
നിങ്ങൾ സ്വർഗത്തിൽ കുറച്ച് ദിവസം നിർത്തിക്കാണ്ട് പിന്നെ പുറത്താക്കാൻ സ്വർഗത്തിൽ സുഖമായി താമസിക്കാം സ്വർഗത്തിന്റെ ഒരു മുന്നറിയിപ്പ്. അപ്പൊ സ്വർഗം കൊണ്ട് സന്തോഷം, നരകം കൊണ്ട് മുന്നറിയിപ്പ്. ഇനി അപ്പോൾ ഇനി ഖുർആനിൽ വേറൊരു വിഭാഗത്തെ പ്രത്യേകം പറയാം. അതായത് അവിശ്വാസികളെ കൂടുതൽ പല നിരക്കാരും. എന്താ പല നിരക്കാരും? എല്ലാവരും ഒരു സൈസ് വിശ്വാസികളല്ല. ചിലര് ഒരു വിശ്വാസം വേറെ വെച്ച് പുലർത്തും, അതൊരു ഭാഗം. പക്ഷെ ചില വിശ്വാസികൾ എന്താവും? അള്ളാഹിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുകയും അങ്ങനെ ഓരോ മതം ഓരോ കാര്യമായിട്ട് പോവുക, അതൊരു വിഭാഗം. മറ്റോരെന്താണ്? മറ്റൊരു അള്ളാഹിനെ പറ്റി വേറെ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു. എന്താണ്? അള്ളാഹ്ക്ക് മക്കളുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട്. നമ്മളൊക്കെ അള്ളാഹിന്റെ ആൺകുട്ടികളാണ്, അള്ളാഹിന്റെ പെൺകുട്ടികളല്ല. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇല്ലാതെ ആവശ്യമില്ലാതെ സംസാരം. നമുക്ക് അറിയാത്ത കാര്യത്തെ പറ്റി മിണ്ടാതിരിക്കുന്ന ഒരു മര്യാദ അല്ലേ? ഇവരെന്താ ചെയ്ത്? കുറച്ച് ആൾക്കാര് മക്കയിലാകത്തെ അറേബ്യൻ ഗോത്രങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ചില വിശ്വാസം എന്താണ്? മലക്കുകൾ അള്ളാഹിന്റെ പെൺകുട്ടികളാണ്, നമ്മളൊക്കെ അള്ളാഹിന്റെ ആൺകുട്ടികളാണ്. അങ്ങനെ ഒരു വാദം ചില ആളുകൾ. മറ്റു ചില ആളുകൾ അവരുടെ രീതി എന്താണ്? അള്ളാഹിനെ പറ്റി നമുക്ക് തർക്കണ്ട, പക്ഷെ ഇതൊക്കെ കൂടെ കൊണ്ടു നടക്കണമെങ്കിൽ ഒരു അള്ളാഹ്ക്ക് മാത്രം കഴിയോ? എന്താ ഇതെല്ലാം കൂടി നടത്തിക്കൊണ്ടുപോകാൻ ഒരമ്മാനത്തോട് മാത്രം കഴിയും. അതിങ്ങനെ ആലോചിച്ചപ്പം ഇവര് മനുഷ്യന്മാരും അതിൽ തന്നെയാണ് അള്ളാഹ് വിചാരിച്ചു. എന്നിട്ട് പോലെ എന്ത് ചെയ്ത്? അള്ളാഹുകാരാണ് പല പോലെ. അതാണ് ഈ അവിശ്വാസികളുടെ ലോകത്തേക്കാണ് കടന്നാൽ ഇവർക്ക് ഓരോന്നിനും ഓരോരോ ദൈവം. ഭദ്രകാളി ക്ഷേത്രത്തിലുള്ളത് വേറെ, മറ്റേ ക്ഷേത്രത്തിലുള്ളത് വേറെ, ഈ ക്ഷേത്രത്തിലുള്ളത് വേറെ. ഓരോ സ്ഥലത്തും ഏതാണ്? ഓരോന്നാണ്. നമ്മളവിടെ മുമ്പ് ഒരു ചങ്ങായി ഒരു തഹസിൽദാർ ഒരു ഉസ്താദന്മാരെ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ അയാൾ പറഞ്ഞു, മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ആകെ ഒരു ദൈവം, ആ ദൈവത്തിനോട് നിങ്ങൾ പിണങ്ങാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ആകെ ഒരു ദൈവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വേണ്ട. ഒരു ദൈവം പണിഞ്ഞാൽ മറ്റേ ദൈവത്തിന് രാമൻ പണിഞ്ഞാൽ നമുക്ക് ആരുണ്ടാവും? സീത ഉണ്ടാവും. ഓള് പണിഞ്ഞാൽ നമുക്ക് ആരുണ്ടാവും? കൃഷ്ണൻ ഉണ്ടാവും. കൃഷ്ണൻ പോയാൽ നമുക്ക് ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. അപ്പൊ നമ്മളെ കാര്യത്തിൽ ഒരാൾ കൂടി അങ്ങനെ രക്ഷപ്പെട്ടു. നിങ്ങൾ അള്ളാഹിന്റെ എന്റെ മഠത്തിൽ നിൽക്കണം. ഒരു യോഗ ഉദ്ഘാടനത്തിന് വന്നതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അള്ളാഹിനെ എണ്ണം കൂട്ടി. അതാണ് ക്രൈസ്തവ വിശ്വാസികൾ പഴിച്ചുപോയി. ഒരിക്കൽ ഈസാ നബി ഒരമ്മ, ഈസാ നബിന്റെ അമ്മ വേറെ, പിന്നെ പഴച്ചു. ഇവർക്കാണ് ഖുർആൻ മറുപടി പറയുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ആശയം എന്താണ്? എതിരാളികളെ സത്യത്തിലേക്ക് ക്ഷണിക്കാൻ അവർക്ക് മറുപടി പറയാം. അതാ ഖുർആൻ. ഒരു കൂട്ടം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ആരാണ് ആൾക്കാർ? കാലു, അവര് പറഞ്ഞു പറ്റി. എന്താ അവർ പറഞ്ഞത്? അള്ളാഹ്ക്ക് മക്കളുണ്ട്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയാൻ ഇവർക്ക് വല്ല തെളിവുണ്ടോ? അത് അവർ സ്വന്തം ഉണ്ടാക്കി പറയണം. അങ്ങനത്തെ ആളുകളെ ഖുർആൻ ഖണ്ഡിക്കുകയാണ്. എന്താ ഖുർആൻ ഖണ്ഡിക്കുന്നത്? മാലഹും ആ പറഞ്ഞ ആളുകൾക്ക് ഇല്ല ബിഹി, ഈ പറഞ്ഞ വിവരം കൊണ്ട് മിൻ ഇൽമിൻ, യാതൊരു തെളിവില്ല, യാതൊരു വിവരമില്ല. ഒരു തെളിവിന്റെയോ ഒരു രേഖയുടെയോ ഒരു വിവരത്തിന്റെയോ ഒരു ശാസ്ത്രത്തിന്റെയോ വെളിച്ചത്തിലല്ല അവർ സംസാരിക്കുന്നത്. ഒരാളി ആപ്പായും ഇവരെ വാപ്പാർക്കും അതിനെപ്പറ്റി വിവരമില്ല, ഇവരെ പൂർവികർക്കും അതിനെപ്പറ്റി വിവരമില്ല. അവർക്കും ഇല്ല, അവരെ പൂർവികർക്കും. അവരെ നാവ് കൊണ്ട് അവർ പറയുന്നത് വലിയ തെറ്റായ ആശയമാണ്. അവരെ നാവിൽ നിന്ന് വരുന്നതൊക്കെ എന്താണ്? സഹിക്കാൻ കഴിയാത്ത പദങ്ങളാണ്. ഒരു വിവരവും ഇല്ലാതെ അവർ പ്രചരിപ്പിക്കാം. പച്ചക്കളവാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പ്രചരിപ്പിക്കുന്നില്ല. പച്ചക്കളവല്ലാതെ
അപ്പൊ ഖുർആൻ എന്താണ്? അല്ലാഹ് എന്ന വിശ്വാസത്തിന് എതിരിൽ വരുന്ന ആളുകളെ ഗണ്ണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ വിശുദ്ധ ഖുർആന്റെ 3 ആശയമാണ്. ഒന്ന്, നല്ല വഴിക്ക് നടക്കുന്നവർക്ക് അതിന്റെ സന്തോഷവാർത്ത അറിയിക്കാം. മോശപ്പെട്ട ആളുകൾക്ക് അവരെ ശിക്ഷ അറിയിക്കാം. അതേ സമയത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് തെറ്റായ ആശയം പറയുന്ന ആളുകളെ ഗണ്ണിച്ച് അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരാം. ഇതാണ് ഖുർആന്റെ ആശയം. ഇനി നമുക്ക് എന്താ തോന്നുന്നു? ഒന്നിനൊപ്പം നിൽക്കണേ. ഇവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓതേണ്ട ഒരു സൂറത്തിന്റെ പഠനമാണ് നമ്മൾ നടത്തുന്നത്. അത് നമ്മൾ കുറെ പഠിച്ചു പോയിട്ട് ഒരു വലിയ ആര്യമുണ്ട്, അയാൾ പറഞ്ഞു എനിക്ക് ഓതിയതും ഓതാത്തതും കണക്കാണ്. അപ്പൊ എന്താ കണക്ക്? അയാൾക്ക് ഓതിയതും അറിയാം, ഓതാത്തതും അറിയാം. അത്ര വിവരമുള്ള ആളാണ്. അപ്പൊ വേറൊരാൾ പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്ക് ഓതിയതും ഓതാത്തതും കണക്കാണ്. എന്നുവെച്ചാൽ അയാൾക്ക് എന്താ കണക്ക്? ഓതിയതും അറിയില്ല, ഓതാത്തതും അറിയാം. മറ്റേ ആൾക്ക് ഓതിയതും ഓതാത്തതും ഒക്കെ കിട്ടും. അതാണ് അയാളെന്ത് പറഞ്ഞത്? എനിക്ക് ഓതിയതും ഓതാത്തതും കണക്കാണ്. മറ്റവൻ പറഞ്ഞു എനിക്ക് കണക്കന്നെയാണ്. നമ്മളെന്താകണം? ആരെങ്കിലും ഒക്കെ കൂടിയാ പോരാ, അവനാന്റെ കാര്യം തന്നെ അറിയാം. ദീനിയായ വിഷയങ്ങൾ, ഖുർആനിക കാര്യങ്ങൾ മറ്റോ പഠിക്കലുണ്ടാവുന്നതിന് കാത്തിക്കലല്ല, നമ്മൾ പഠിക്കണം. കച്ചവടത്തിനൊക്കെ ചിലപ്പോൾ അത് മതിയോ? മമ്പർത്ത് പോയാൽ നോക്കുന്നത് 3 പീരീഡ് വരിയായിട്ട്, മമ്പർത്ത് 3 പീരീഡ് വരിയായിട്ട് മറവൂരൊക്കെ പോയേക്കാം. ആ 3 പീരീഡ് ഒരേ സാധനങ്ങൾ ഞാൻ കച്ചവടം. അപ്പൊ ഒരു കച്ചവടക്കാരൻ പറഞ്ഞു മക്കപ്പറയിൽ കത്തിക്കാനുള്ള ചെന്നത്തിരി, ഊത്, അവിടെ പുകയിക്കാനുള്ള അത് ഇത് കിതാബ്, യാസീൻ, ഏട് ഒക്കെ ഇവിടെ കിട്ടുന്ന ഓന്റെ മക്സിലൊക്കെ കഴിഞ്ഞു. മറ്റേ പീഡിയക്കാരൻ അതൊക്കെ പണി കിട്ടും. ഓന് പിന്നെ തർക്കെന്ന് പറയേണ്ട കാര്യമില്ല, അതൊക്കെ പണി കിട്ടും. അത് കച്ചവടത്തിനെ പറ്റുള്ളൂ. ഇതെന്ത് വേണം? ഇത് അവനാൻ തന്നെ പഠിക്കേണ്ടത്. അതൊക്കെ പണി കിട്ടുന്നതാണ്. ഒരാൾ 33 ചെല്ലിന് ശേഷം നമ്മൾ അവസാനം പോയിക്കാണ്ട് ഒരു സുബാനക്കാൾ പഠിക്കാണ്ട് ആമീൻ അത് കഴിച്ചിലാകാൻ കാണാം. നമ്മളങ്ങനെ ഒരു ദിക്റൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? തീരാൻ ആക്കാൻ പോകാം. ദിക്റൊക്കെ തീരാൻ നേരത്തെ പോകാം. എന്നാൽ എല്ലാവരും ആമീൻ കളി ഭാഗം കൊടുത്താണ് പറഞ്ഞാൽ ബലം കഴിച്ചിലാകാന്നാണ് വിചാരിച്ചത്. അത് മറ്റേ കച്ചവടത്തിന് നടക്കും. അതൊക്കെ പറയും കിട്ടുന്നതാണ്. ഇത് അവനാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും. ചെല്ലട്ടെ അള്ളാഹു ഖൈറ്. എന്നാൽ ഒപ്പം നോക്കിക്കോൾ. 5 ആയത്താണ് സൂറത്തിൽ ഇനി നമ്മൾ പഠിക്കുന്നത്. അത് അടുത്ത മാസത്തെ ക്ലാസ് ആവുമ്പോഴേക്ക് എല്ലാവരും കാണാതെ പഠിക്കൽ കഴിയണം. എങ്ങനെ കാണാതെ പഠിക്കാം? നിങ്ങൾ ഇരുന്ന് മെനക്കെട്ട് കാണാൻ പാടാണ്. ദിവസം ഓതിയാൽ താനെ കാണാതെ പഠിക്കും. ദിവസം ഇങ്ങനെ ഓതിയാൽ തന്നെ എന്താവും? തന്നാലെ കാണാതെ പഠിക്കും. എന്നാൽ ഓതിക്കോളി ഒപ്പം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. ഇനി അത് ഒരു ഖുർആൻ ആ സൂറത്തിന്റെ ഒരു ആമുഖമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഇനി വിഷയം വേറൊന്നിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോ ഓരോ വിഷയത്തിന്റെ മാറ്റിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോകും. ഖുർആൻ ഈ സൂറത്തിന്റെ ഒരു ആമുഖം ഇപ്പൊ നമുക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു വിവരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അല്ലാഹു തആല നമുക്ക് ഖുർആൻ കൊണ്ട് ഖൽബും ഖബറും പ്രകാശിപ്പിക്കുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയുടെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. എല്ലാ ശുക്റും അല്ലാഹുവിനാണ്. എന്താ ഇവിടെ ശുക്രിന്റെ പ്രത്യേകത? അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്? അൻസല അലാ അബ്ദിഹി, നബിതങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തു അൽ കിതാബ്, വിശുദ്ധ ഖുർആനിനെ. എന്താ ഖുർആന്റെ പ്രത്യേകത? വലം യജഅൽ ലഹു ഇവജ, ഖുർആനിൽ അവിഹിത മാർഗം ഇല്ലേ ഇല്ല. ഖുർആനിൽ ചതിയുടെ മാർഗം ഇല്ലേ ഇല്ല. ഖുർആനിൽ അനീതിയുടെ മാർഗം ഇല്ലേ ഇല്ല. ഇവജ, വളഞ്ഞു തിരിഞ്ഞുപോകാം. പിന്നെയോ കയ്യമ, നേർക്ക് നേരെയുള്ള
ഖയ്യിമ സത്യസന്ധമായ, ഖയ്യിമ നീതി മാത്രം, അങ്ങനത്തെ ഖുർആൻ. സത്യത്തിന്റെ ഗ്രന്ഥം, അസത്യത്തിന്റെ ഗ്രന്ഥമല്ല. ധർമ്മം പഠിപ്പിക്കുന്ന ഗ്രന്ഥം അധർമ്മം പഠിപ്പിക്കുന്നതല്ല. നീതി പഠിപ്പിക്കുന്ന ഖുർആൻ അനീതി പഠിപ്പിക്കുന്നതല്ല. ഇങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കുക. സാധാരണക്കാർ നമ്മളൊരു മുത്താലിമെ തഫ്സീർ ഓതി കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറേ പറയാം. നമ്മൾ അതല്ല പഠിക്കണം. നമ്മളൊരു സാധാരണ ഖുർആനെ പറ്റി മനസ്സിലാക്കാൻ ഇനി നമ്മൾ ഓർമ്മപ്പെടുത്താം. ഈ ഖുർആൻ ഒരാൾ ശ്രദ്ധിച്ചാൽ രണ്ട് നിരക്ക്. നല്ല നിരക്ക് ശ്രദ്ധിച്ചോ ഓനക്ക് കിട്ടുന്നത്, അല്ല ഖുർആനെ അവഗണിച്ചോ ഓനക്ക്. ഒന്നാമത് പറയും മുന്നറിയിപ്പ് നൽകാൻ കഠിന കഠോരമായ ശിക്ഷ, കഠിന കഠോരമായ ശിക്ഷ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഖുർആനെ അവഗണിച്ചാൽ, ഖുർആന്റെ നിയമങ്ങളെ അപമാനിച്ചാൽ ഓനിക്ക് എന്ത് കിട്ടും? കഠിന കഠോരമായ ശിക്ഷ. അതാണ് ഖുർആൻ പഠിക്കുന്നത്. രണ്ടാമത് ഖുർആൻ അനുസരിച്ചാലോ മുഅ്മിനീങ്ങൾക്ക് ബിശാർ, സന്തോഷ വാർത്ത അറിയിക്കും. ആരാ മുഅ്മിന്? അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളിൽ നിരതരായ ആളുകൾ, സൽക്കർമ്മങ്ങളിൽ നിരതരായ ആളുകൾ. അവർക്ക് എന്താണ്? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് എണ്ണമറ്റ പ്രതിഫലം. അന്നലഹും, അവർക്ക് അല്ലാഹു കൊടുക്കും അജ്റ, പ്രതിഫലം. എങ്ങനത്തെ പ്രതിഫലം? ഹസന, അവസാനിപ്പിക്കാത്ത പ്രതിഫലം. എന്താ അതിന്റെ പ്രത്യേകത? മാകിദീന ഫീഹി അജ്റൻ ഹസന, സ്വർഗ്ഗം. എന്താ അതിന്റെ പ്രത്യേകത? മാകിദീന ഫീഹി, ആ സ്വർഗ്ഗത്തിൽ താമസിക്കും അബദാ, കാലാകാലം. അപ്പൊ കാലാകാലത്തെ സുഖം, അതാണ് സ്വർഗ്ഗം. ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം. അതേ സമയത്ത് ഖുർആനെ ധിക്കരിച്ച് ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ വിവരമില്ല. ഒരു വിഭാഗം ആളുകളെ ഖുർആൻ മുന്നറിയിപ്പ് നൽകാം. എന്താ മുന്നറിയിപ്പ്? ഇത്തഖദല്ലാഹു വലദ, അവർ അല്ലാഹുവിനെ പറ്റി കളവ് പറഞ്ഞു, അവർ അല്ലാഹുവിനെ പറ്റി ഇല്ലാത്തത്. അല്ലാഹുവിന് മക്കളുണ്ട്, അല്ലാഹുവിന് മക്കളുണ്ട്. ആ പറയുന്ന ആളുകളെ ഖുർആൻ പറയാൻ മാലഹും ബിഹി, പറയുന്ന കാര്യത്തിൽ അവർക്ക് ഒരു തെളിവില്ല, ഒരു ശാസ്ത്രീയ തെളിവില്ല, ഒരു രേഖയുടെ തെളിവില്ല. പിന്നെയോ കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹി, അവരെ നാവിൽ നിന്ന് വരുന്നത് തനി വിഡിത്തമാണ്. അവരെ നാവിൽ നിന്ന് വരുന്നത് വളരെ താങ്ങാനാവാത്ത പദപ്രയോഗങ്ങളാണ്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹി, അവരെ നാവിൽ നിന്ന് വരുന്നതുണ്ടല്ലോ, വല്ലാത്ത ഗൗരവമുള്ള വാക്ക. ഇയ്യഖൂലൂന, അവർ സംസാരിക്കുന്നില്ല, ഇല്ലാ കദിബാ, പച്ച കളവ് മാത്രമല്ലാതെ. അപ്പൊ ഖുർആൻ അർത്ഥസങ്കല്പമില്ലാതെ അത് ഓർമ്മപ്പെടുത്താം. ഒരു തെളിവ്, ഒരിക്കൽ ശാസ്ത്രീയമായ തെളിവ്, അല്ലെങ്കിൽ മതപരമായ തെളിവ്, അല്ലെങ്കിൽ രേഖാപരമായ തെളിവ്, അല്ലെങ്കിൽ ഒരു അനുഭവ തെളിവ്. അള്ളാന്റെ ഒരു മോനെ ഞാൻ കണ്ടു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാന്റെ മകളെ ഞാൻ കണ്ടു എന്ന് പറയാൻ ഒരു മകളെ വരെ കണ്ടിട്ടുണ്ടോ? മത്സരമൊക്കെ അള്ളാന്റെ പെൺകുട്ടികളാന്ന് പറഞ്ഞാൽ മത്സരമാണോ തിരിയായി മത്സരം കണ്ടിട്ടുണ്ട്. അതാ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു തെളിവുമില്ലാതെ സംസാരിക്കുന്ന വിഭാഗം കഠിനമായ ശിക്ഷ കൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ നമുക്ക് ബിസ്മി കൂട്ടാൻ 6 ആയത് അല്ലെങ്കിൽ 5 ആയത്. നമ്മൾ എന്ത് വേണം? ദിവസം നമ്മൾ പറഞ്ഞില്ലേ 10 ആയത്. അവസാനത്തിലെ ഇന്നല്ലദീന ആമനു, അത് ഖുർആന്റെ ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതി അർപ്പിച്ചു. ഇനി നമുക്ക് ആ പ്രവർത്തനത്തിന്റെ ഖുർആൻ ലാസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? വമൻ യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഖുർആൻ അതിന്റെ അൽ-കഹ്ഫ് സൂറത്തിന്റെ അവസാനം അല്ലാഹുവിന്റെ ലിഖാഅ നമുക്ക് കിട്ടും. അല്ലാഹു എത്തിക്കണം. ആമീൻ. അൽഹംദുലില്ലാഹ് പറഞ്ഞ് നമ്മൾ തുടങ്ങുക. അത് എവിടെ? അതിന്റെ അൽഹംദുലില്ലാഹ് ഗുണം നമുക്ക് തീരേണ്ടത് എവിടെ? സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹനെ ഇങ്ങനെ കാണാം. അല്ലാഹു ഭാഗ്യം തരണം. അല്ലാഹുവിന്റെ ലിഖാഅ, ആ ലിഖാഇനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അള്ളാഹു ശുക്ർ ചെയ്തുകൊണ്ട് തുടങ്ങി അള്ളാഹുവിന്റെ ലിഖാഇനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അതാണ്. പക്ഷേ ഈ ഖുർആൻ വിശ്വാസികൾക്ക് എന്ത് വേണം? ഖുർആൻ വിശ്വാസികൾ ഈ പട്ടികയിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മാസം, അല്ലേ? അള്ളാഹു അവരെ വർക്കത്തോട് നമ്മൾ നന്നാക്കണം. നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്കൊക്കെ തിരക്കില്ല, അല്ലേ? നിങ്ങൾ പറയാം കുടുംബാവസ്ഥ നല്ല മനുഷ്യനാണ്, നമ്മളെ ക്ലാസ്സിനൊക്കെ കൃത്യമായിട്ട് എത്തും,
കുറച്ച് കൊല്ലായി മുപ്പതിനോട് ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ നല്ല സുഖമുണ്ടോണ്ട് ഇത് കുറ്റന്മാർ സ്ഥലമൊക്കെ കണക്കാൻ അയാളെ പറ്റി അറിയുന്നത് എന്ന് പറഞ്ഞാൽ പറയാൻ തുടങ്ങിയാൽ കേൾക്കാൻ സുഖം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ആദ്യത്തെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിശാലായി. നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ നമ്മൾ പൊട്ടിത്തെടുക്കുമല്ലേ? എന്താണ് ഈ പറഞ്ഞെന്ന് ചോദിക്കോ അല്ല, ചോദിക്കണ്ട എന്തെങ്കിലും. അള്ളാഹിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ചോദിക്കാൻ നിൽക്കില്ല. അവന് പറിച്ചോ കൊടുക്കോട്ടെ. അതാ നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ ഒരു കത്തെഴുതി. അസൂയ വെച്ചിട്ടൊരു കത്ത്. ആ കത്തിന്റെ തുടക്കം തന്നെ എന്താ? നിങ്ങൾ ദജ്ജാൽ ആരെ വിളിക്കുന്നത്? ദജ്ജാൽ. റിഫായി ശൈഖ് തങ്ങൾ ദജ്ജാലിനെ വിളിച്ചുകൊണ്ട് ആ കത്ത് തുടങ്ങൽ. പിന്നെ രണ്ടാമത്തത് ആഴ്വർ ഒറ്റക്കണ്ണാണ് രണ്ടാമത്തത്. മൂന്നാമതായ പദം ഏതാണെന്നറിയാം? മൂന്നാമത് മുഖത്തരി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് അത്ര ചീത്ത പറഞ്ഞുകൊണ്ട് കത്താണ്. ആ കത്ത് കിട്ടിയപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ കത്ത് പൊട്ടിച്ച് വായിച്ചു. കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ജസാഅല്ലാഹു ഖൈറൽ ജസാ. ഇന്റെ ഒരുപാട് പോരായ്മ ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഉണർത്തിയതായി. ഇവരെനിക്ക് ഇങ്ങനെ കത്തെഴുതിയത് ഇന്നിട്ട് ഒരുപാട് തെറ്റ് കണ്ടപ്പോ ഇന്നെ നന്നാക്കാൻ വേണ്ടി. എന്നിട്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി എന്താ മറുപടി ചെയ്തത്? നിങ്ങളെ കത്തിൽ പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ നന്നാകാൻ വരക്കണം. എന്നെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ടല്ലേ നിങ്ങൾ കട്ട് ചെയ്തത്. നിങ്ങൾ ഈ കത്ത് പറഞ്ഞ മാതിരിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഒരു താല്പര്യമാണ് ഞാൻ നന്നാകട്ടെ. അതുകൊണ്ട് ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ വരക്കണം. അവന്റെ കത്തിന് മറുപടി ഇങ്ങനെയുണ്ട്. കത്തിന് മറുപടി ആ കത്തിന്റെ മറുപടി അത് കിട്ടിയപ്പോൾ ആക്ഷേപിച്ച് എഴുതിയ ആള് വായിച്ചിട്ട് അയാളെ മനസ്സിന്റെ സമനില തെറ്റി. ഇങ്ങനത്തെ ഒരാളെയാണ് ഞാൻ ആക്ഷേപിച്ചത്. അദ്ദേഹം പിന്നെ നാട്ടിൽ കൂടെ മുഴുവൻ മാനസിക നില തെറ്റിയിട്ട് ഇങ്ങനെ നടക്കലായി. പിന്നെ അദ്ദേഹത്തെ കാണാതായി നാട്ടിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമ. നമ്മൾ ചിലപ്പോൾ നല്ല ദിക്റും സലാത്തും ഒക്കെ ചെല്ലിയിട്ട് ഒറ്റ വാക്കുകൊണ്ട് അതിന്റെ കൂലിയൊക്കെ കാണും. അതാണ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നാവുമ്പോൾ ഒറ്റ വാക്ക് മതി ഇതിനൊക്കെ പണി പോകാൻ. പഴയ കാരണന്മാർ പറയും 1000 പൊതുട്ടായാലും അരക്കാറ്റ് പോയാൽ മതി. നല്ലൊരു ഉദാഹരണം തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ഉദാഹരണം. എത്ര ഒന്നുകൊണ്ടാണ്? 1000. അതൊക്കെ കൂടെ മുറിയാൻ എന്ത് മതി? അപ്പൊ ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ഒരു ചെറിയ സംഗതി മതി ഇതൊക്കെ ഇല്ലാതെയാകാൻ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്താ വഴി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ വ്യാഖ്യാനം നന്നാക്കണം. വ്യാഖ്യാനം നന്നാക്കണം. എങ്ങനെയപ്പോ അത് നന്നാക്കാൻ ഉസ്താദേ? നിങ്ങൾ പഠിച്ചോ? അടുത്ത ക്ലാസ്സിലാക്കാം. നമ്മൾ കണ്ട ജീവികളെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ള ജീവിയല്ല നായക്കൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ കാണുമ്പോൾ നന്ദി ഉണ്ടാവുമോ അല്ലേ? അപ്പൊ ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് ആര്? അത് റെഡിയാണോ? അല്ലേ? എല്ലാവർക്കും റെഡിയല്ലേ? എന്തെങ്കിലും ബാക്കിയുള്ള അങ്ങനെ തന്നെയല്ലേ? കോഴിക്കോട്ടൊക്കെ ഒരു ബിസ്ക്കറ്റ് എപ്പോഴെങ്കിലും കാണുമ്പോൾ അവർക്ക് കൊടുത്താൽ മതി, നായക്ക് കൊടുത്താൽ മതി ഇല്ലേ? അപ്പൊ നായക്ക് പറ്റിയ നന്ദിയുള്ള ജീവിയാണ് നായ ഇല്ലേ? അപ്പൊ നമ്മളെ ഒരാൾ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ നന്ദിയുള്ള വാപ്പാന്റെ കുട്ടിയെന്ന് അർത്ഥം വെച്ചാൽ പിന്നെ നമ്മൾ ചൂടാക്കാൻ നിൽക്കാം. നിങ്ങൾ ആദ്യം പറഞ്ഞത് ഇനി സമ്മതിക്കാനേ പറ്റും. നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഏറ്റവും നന്ദിയുള്ള ജീവിയാല അപ്പൊ നമ്മൾ ഒരാളുടെ നായിന്റെ മോനെ എന്നാലും ചൂടാകണം. ചൂടാകണോ? ആകണ്ടേ? അതിന് നിങ്ങൾക്ക് ആവില്ല. അപ്പൊ അതിനെ നമ്മൾ തമ്മിലുള്ള കുഴപ്പം.
അതിന് നമ്മളെന്നുള്ള കുഴപ്പം. ദിപ്പായി ശേഖരൻ നായിന്റെ മാനെ വെച്ചപ്പോ മുമ്പെടുത്ത് പറഞ്ഞു, ആ എനിക്ക് ഇതിനെ പറ്റി നല്ലോണം അറിയാം, നീ ആ കണ്ടിട്ടോ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് അമുക്കതെ പോണ. അപ്പൊ ഒപ്പമുള്ളവര് മുപ്പനോട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെയാണ് അമുക്ക് എന്ന് പറഞ്ഞത്. എനിക്ക് ഇതിനെ പറ്റി നല്ലോണം അറിയാം. അമുക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കൃഷിക്കാരൻ്റെ അർത്ഥമുണ്ട്, ഏതിന് അറിഞ്ഞില്ല അമുക്കിന്. അപ്പൊ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞു, എന്റെ വാപ്പാക്ക് വേണ്ടി കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് അറിയിക്കാറ്, അതാ അമുക്കെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിളിക്കുന്ന ആൾ ഒന്നും കൂടി കൂട്ടി വിളിച്ചു. എന്താ വിളിച്ചത്? ദേശാൻ കൂടി നായിന്റെ മോന്റെ മോനെയാണ്. ഔലിയാക്കള് ആ ഭാഗത്ത് കൂടെയാണ് ചിന്തിച്ചത്. അതായത് ഒരു വാക്ക് കേട്ടാൽ ആ വാക്കിന് നല്ല അർത്ഥം ഏതൊക്കെ കൊടുക്കാൻ പറ്റും അതാണ് നല്ലവര് ചിന്തിച്ചത്, അതാണ് ഔലിയാക്കൾ ചിന്തിച്ചത്. നമ്മളൊരു വാക്കിന് എന്തൊക്കെ തെറ്റായ അർത്ഥം കൊടുക്കാൻ പറ്റും. എനിക്ക് പറഞ്ഞതൊന്നല്ല, മറ്റത് തന്നെയാണ് കരുതിയത് അല്ലെ. നമ്മൾ ഈ വാക്കിന് എങ്ങനെയുണ്ട് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചാൽ പ്രശ്നം ഉണ്ടാക്കാൻ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആണോ അല്ലേ? അവിടെ തന്നെയാണ് വ്യത്യാസം. അവര് വലിയ മഹാനല്ലേ. ആരൊക്കെ ആക്ഷേപിച്ചു, ആരൊക്കെ ചീത്ത പറഞ്ഞു, ഒന്നും മറുപടി ഇല്ലല്ലോ, ഒരു മറുപടി ഇല്ല. പിന്നെന്താ മറുപടി പറഞ്ഞത്? എനിക്ക് വേർക്കില്ല, ഈ പറഞ്ഞ മാതിരി മോശപ്പെട്ട ആളാണ് ഞാൻ, ഇനിയിപ്പോ എന്തൊക്കെ വഴിയുള്ളൂ, ഞാൻ നന്നാകാൻ കൂടി വേർക്കാം. ഇതാണ് അറിയാം. അപ്പൊ അവർക്ക് അള്ളാഹുത്തആല എന്ത് കൊടുക്കും? അജ്റൻ ഹസന. അജ്റൻ ഹസന. വെറും കൂലി പറഞ്ഞാൽ മതിയോ അതിന്? ഈ ക്ഷമക്ക് വെറും കൂലി പറഞ്ഞാൽ മതിയോ? അതാ പറഞ്ഞത് അള്ളാഹുത്തആല ഹസന, അധികരിച്ച കൂലി. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരണം. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരണം. ഇബ്രാഹിം ശേഖരങ്ങളും അതേപോലെ മുഹീദ്ദീൻ ശേഖരങ്ങളും അവരൊക്കെ ജീവിച്ച ഒരു വല്ലാത്ത മാർഗം. ആ മാർഗത്തിൽ മുഴുവനും ആകാൻ പറ്റിയില്ലെങ്കിലും അവരൊക്കെ മാർഗത്തിൽ എന്നെ നന്നാക്കണേ എന്നുള്ള ഒരു വിചാരം, ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. മുഹീദ്ദീൻ ഇബ്രാഹിം ശേഖരങ്ങളുടെ ഒരു പതിവ്. എന്താ പതിവ്? ഇതാ ഹയവാനൻ ഔ ഷജറൻ ഔ ഐശി, ഏതൊരു സാധനം മുമ്പിൽ വന്നാലും അസ്സലാമു അലൈക്കും. ഒരാട് മുന്നിൽ വന്ന ആളിനോട് പറയാം അസ്സലാമു അലൈക്കും. ഒരു പശുവിനെ മുന്നിൽ കാണാൻ അതിനോട് പറയാം അസ്സലാമു അലൈക്കും. ഒരു മനുഷ്യനെ കാണാൻ അതിനോട് പറയാം അസ്സലാമു അലൈക്കും. നായ, പന്നി അല്ലാത്ത ഏത് ജീവിനെ കണ്ടാലും മുമ്പിൽ എന്ത് പറയും? അസ്സലാമു അലൈക്കും. അപ്പൊ മുമ്പിനോട് ചോദിച്ചു, ഇങ്ങനെ എല്ലാരെ കാണുമ്പോഴും പറയുന്നത് എന്തിനാണ്? അത് അർഹതപ്പെട്ട ആളെ കാണുമ്പോ പറയാൻ മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും പറയണ്ട. പശുവിനോട് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഇങ്ങളെ കാണുമ്പോ പറയണോ പറയണ്ടേ? അപ്പൊ പറയാനുള്ള ആൾക്കാരോട് പറയാൻ മറക്കണ്ട. അതാ അപ്പൊ ഞാൻ എന്നെ പരിശീലിപ്പിക്കാം, ബഹുമാനപ്പെട്ടവരെല്ലാം. അതൊരു വ്യാഖ്യാനം. രണ്ടാമത്തത് ഇബ്രാഹിം ശേഖർ റളിയല്ലാഹു അൻഹു എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. ആരാ തിന്നാൻ കൊടുക്കുന്നത് ഓനനുസരിച്ച് നിൽക്കും. അതാ ചെയ്താൻ വേഗം പോകാൻ നല്ലത് അമ്പലത്തിൽ പോകാറ്. കാരണം ചെയ്താൻ പോയിനോട് വരാം. അപ്പൊ ഒരാൾ വിളിച്ചാൽ ചെയ്താൻ വേഗം പോകും. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി പോയെന്നല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആരാ തിന്നാൻ കൊടുത്തത് ഓർക്ക് വേഗം വയ്ക്കും. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശേഖർ ഇബ്രാഹിം ശേഖർ റളിയല്ലാഹു എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കും. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കും, പാമ്പിന് ഭക്ഷണം കൊടുക്കും, പട്ടിക്ക് ഭക്ഷണം കൊടുക്കും, എല്ലാത്തിനും ഭക്ഷണം കൊടുക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ശേഖർ റളിയല്ലാഹു എപ്പോഴും മുതലാളിമാരെ കൊടുത്തിലല്ല കാണാം, നല്ല ഉഷാറിൽ നടക്കുന്ന കൊടുത്തിലല്ല. പിന്നെ കുഷ്ഠരോഗികളോ യാചിച്ച് നടക്കുന്നവരൊപ്പം, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരൊപ്പം ഓരോ കൂടെ ആ മുമ്പിലുണ്ടായി. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ചില ആളുകൾ, വികലാംഗരായ ആളുകൾ, കണ്ണ് കാണാത്ത ആളുകൾ, തീരെ അവശരായ ആളുകൾ. ഈ ഞായറാഴ്ചക്ക് നമുക്ക് ഒഴിവൻ ഇവിടെ ഞായറാഴ്ച ഒഴിവൻ. ഈ ഞായറാഴ്ചകൾ അധികം ചെയ്യുന്ന ഒരു സൽക്കർമ്മം കൊണ്ടാണ്. കുറച്ചും കൂടി തോന്നാൻ ഉറങ്ങി അല്ലേ? സാധാരണ എണീക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉറങ്ങി. അതൊരു സൽക്കർമ്മം തന്നെയാണ്. സുബൈ കഥാകരൻ അല്ലെങ്കിൽ സുബൈന്റെ ശേഷം ഇരിക്കട്ടെ. വേറെന്താ പറയാനുള്ളത്? നമ്മളങ്ങനെ ഇരുന്ന് അല്ലേ? എന്നാല്
കുറച്ച് സൽക്കർമ്മം ഞായറാഴ്ച കണക്കാക്കുക. അതെന്താ? ഒന്ന് കുടുംബത്തിൽ കൂടെ ഒന്ന് പോവുക. നമ്മളെ കുടുംബങ്ങൾ അകന്ന കുടുംബമുണ്ട്, അടുത്ത കുടുംബമുണ്ട്. അതിൽ ഒരു അമ്മായി സുഖമില്ലാതെ കിടക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾ ആ അമ്മായിന്റെ അടുത്തൊന്ന് പോയി രോഗം സന്ദർശിച്ച് കുറച്ച് നേരം നിന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് സന്തോഷിപ്പിച്ച് വലിയൊരു സൽക്കർമ്മമാണ്. നമ്മൾ അകന്ന കുടുംബക്കാർ ഒരു ഞായറാഴ്ച കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോയി ഒന്ന് റാഹത്തായി. ഞായറാഴ്ച നമുക്ക് പോകാൻ നേരമില്ല ഉസ്താദേ, എന്നാ വീട്ടിൽ തന്നെ ഇരുന്നോളും. നിങ്ങളെ മക്കളെ കഴിഞ്ഞ ഒരാഴ്ച മുതൽ ഈ ഒരാഴ്ച മദ്രസയിൽ എന്തൊക്കെ പഠിച്ചത്? കുട്ടികളൊപ്പം ഇരിക്കുക. ശനിയാഴ്ച കട അടച്ചു വരുമ്പോഴേ കുട്ടിയൊക്കെ എന്തെങ്കിലും സമ്മാനം വാങ്ങി വരിക, എന്നിട്ട് കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കണം. അതോടെ വെക്കുക. ഞായറാഴ്ച കുട്ടികളൊപ്പം ഇരിക്കുക. എന്നിട്ട് മക്കളെ, നീ ശനിയാഴ്ച എന്റെ മദ്രസ പഠിച്ച സ്കൂളത്തിൽ അതൊന്ന് ഓദിക്കാം, ഞായറാഴ്ച പഠിച്ചോന്ന് ഓദിക്കാം, തിങ്കളാഴ്ച പഠിച്ചോന്ന് ഓദിക്കാം. കുട്ടികളൊന്ന് ഓദിച്ചു, കുട്ടികളെ ഇംഗ്ലീഷ് ഒന്ന് വായിപ്പിച്ചു, കുട്ടി ചിത്രം വരക്കണമെങ്കിൽ ഒന്ന് വരപ്പിച്ചു. നല്ല ഉഷാറായപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സമ്മാനം തന്നെ, ആ സമ്മാനം അപ്പം കൊടുക്കാൻ കുട്ടിക്ക്. കുട്ടി വായിച്ചു ഉഷാറായപ്പോൾ, കുട്ടി പഠിച്ചു ഉഷാറായപ്പോൾ, അപ്പൊ പിറ്റേത്തെ ആഴ്ച ആകുമ്പോൾ കുട്ടി നല്ലോണം പഠിച്ചു വെക്കും. എന്തിന്? അടുത്ത ആഴ്ച വാപ്പാന്റെ സമ്മാനം കിട്ടാൻ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടോ? ഭക്ഷണം സാധിച്ചിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ നമുക്കുള്ള പ്രശ്നം, നമ്മളിങ്ങനെ കോട്ടാ വിട്ട് ഇങ്ങനെ ഇരിക്കാം. അല്ല നോണി പറഞ്ഞാണ് എനിക്ക് ഒന്നുമില്ല, ടി വി ഇങ്ങനെ ഓണാക്കിയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ കട്ടും കേട്ടിരിക്കാം അല്ലേ? ഒരു പെൺകുട്ടിനെ കാണാൻ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ചിത്രത്തെ കാണാനില്ല. ഇന്റെ നാട്ടില് മെയിൻ അങ്ങാടിയിൽ ചുമരുമ്പോ വലിയൊരു പശുവിന്റെ പുറം, മറ്റൊരു സിറ്റി പശു, അതിന്റെ തലയും കണ്ണും പൊക്കും വരെയൊക്കെ എന്താ ഉഷാറ്. നോക്കി നിന്നു. പക്ഷെ ഒരു മൂരി ഇതുവരെ നോക്കിക്കൊണ്ട് ഞാൻ കാരണം മൂലിയൊക്കെ വരെ അറിയാം ഈ ചിത്രം കണ്ടിരുന്നെങ്കിൽ മനസ്സിലായി. ബുദ്ധിയുള്ള നമ്മളെന്താ കണ്ടിരിക്കണത്? ഇതിങ്ങനെ കളത്തിൽ കണ്ടു നിൽക്കുക അല്ലേ? എവിടെ നമുക്ക് കാര്യമുള്ളത് കാണി. നമ്മളെ മക്കളുണ്ട്, ആ മക്കളെ സ്കൂളത്തതൊന്ന് വായിപ്പിക്കാം. മോളെ ചിത്രം വരച്ചാൽ, മോളെ നിന്റെ പേരൊന്ന് ഇംഗ്ലീഷിൽ എഴുതിക്കാം, മോളെ നിന്റെ അഡ്രസ് ഒന്ന് എഴുതിക്കാം. ഇപ്പൊ ഒരു സംഗതി പറഞ്ഞാൽ അതൊന്ന് എഴുതിക്കാം. കുട്ടിനെ കൊണ്ടൊന്ന് എഴുതിച്ചു, കുട്ടിനെ കൊണ്ടൊന്ന് വായിപ്പിച്ചു, കുട്ടിനെ കൊണ്ടൊന്ന് ഖുർആൻ ഓദിച്ചു. 1 മണിക്കൂർ കുട്ടികളൊപ്പം ഇങ്ങനെ കൂടി ഇരുന്നിട്ട് ഉപ്പ കുട്ടികളെ അപ്പൊ കുട്ടി ഇങ്ങനെ പ്രതീക്ഷിക്കാം ഞായറാഴ്ച വരാൻ കാത്തിക്കാൻ. കുട്ടി എന്താ? ഉപ്പ ഓദിക്കും. അപ്പൊ ഒന്ന് ഓതിക്കൊടുക്കണം. ഉപ്പാക്ക് ഒരു സന്തോഷം കൊടുക്കും. അപ്പൊ ഉപ്പ എന്തെല്ലാം ഹൈറുണ്ട്. ഈ ഹൈറുകൾ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇഫായി ശേഖർ നമ്മൾ ഉൾപ്പെടെ എല്ലാ മഹാന്മാരുടെ പേരിലും നമ്മുടെ മരണപ്പെട്ടു പോയവരുടെ പേരിലും അൽ-ഫാത്തിഹ. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അടുത്ത ക്ലാസ് അൽ-കഹ്ഫ് സൂറത്തിന്റെ 5 ആയത്താണ് ഇന്നത്തെ. 5 മുതൽ 10 വരെയുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ് ഡിസംബർ 8 ഞായർ. അത് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ക്ലാസിന്റെ സമയം 8 to 10. 8 to 10 ക്ലാസ് കേട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനൊരു ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ വേണം. അപ്പോഴേ അതിന്റെ തുടർച്ച കിട്ടും. എവിടെയെങ്കിലും വന്നിട്ട് ഇടയ്ക്ക് ചേരുമ്പോൾ അതിന്റെ കുറവുണ്ടാവും. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾ
ആരംഭത്തിൽ തന്നെ 8-10 അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله مالك الملوك يا الله خالق رازق يا الله ഞങ്ങളിപ്പോൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മുഅബ്ബിദതൈൻ അൽ-കഹ്ഫ് സൂറത്തിന്റെ ആയത്തുകൾ ഓതിയത് പറഞ്ഞത് പഠിച്ചത് പഠിപ്പിച്ചത് ഇതെല്ലാം ഹബീബ് മുഹമ്മദ് മുസ്തഫ അൻബിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീകൾ പ്രത്യേകിച്ച് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഈ മാസത്തിൽ അനുസ്മരിക്കുന്ന മഹാന്മാരെ ഹാദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരുടെ ദർജ കാരണമായി ഞങ്ങൾക്കെല്ലാം ഈമാനിന്റെ സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ മരിച്ച് ഖബറിൽ കിടക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, അല്ലാഹുവേ ബന്ധുമിത്രാദികളുണ്ട്, സ്നേഹജനങ്ങളുണ്ട്. ഈ ക്ലാസ്സിൽ സംബന്ധിച്ചിരുന്ന എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മരിച്ച ആളുകളെ മുഖം ഞങ്ങളെ കണ്ണിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലാഹുവേ നീ അവർക്കെല്ലാം ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഒരു ഹദിയാക്കി നൽകണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവരെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരുടെയും ദുആ അവർക്കൊരു തണലാക്കണേ അല്ലാഹ്. അവർക്കൊരു തുണയാക്കണേ അല്ലാഹ്. ഞങ്ങളും മരിക്കും ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. അൽ-കഹ്ഫ് കൊണ്ട് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. ഈമാനിന്റെ സുരക്ഷ നൽകണേ അല്ലാഹ്. ആ ഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിന് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന മക്കൾക്ക് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ ശാരീരിക മാനസിക രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ രോഗത്തിന് ശിഫ നൽകണേ അല്ലാഹ്. വിദേശത്ത് പോയവർക്ക് അർഹമായ ജോലി ബറക്കത്തോടുകൂടെ ലഭിക്കണേ അല്ലാഹ്. പടച്ചവനെ കടബാധ്യതകൾ കുടുങ്ങിയത് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രോഗങ്ങളിൽ മോചനം നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കൾ സ്വഭാവം നല്ല രീതിയിലാക്കണേ അല്ലാഹ്. ഭർത്താവിന്റെ സ്വഭാവം കൊണ്ട് ഭാര്യയോ ഭാര്യയുടെ സ്വഭാവം കൊണ്ട് ഭർത്താവോ വിഷമിച്ചുകൊണ്ട് വീട് ജീവിതം നീ നരകതുല്യമാക്കല്ലേ അല്ലാഹ്. മക്കളെ കല്യാണങ്ങളൊക്കെ റാഹത്തിലാക്കണേ അല്ലാഹ്. മക്കളെ കല്യാണങ്ങളൊക്കെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. വിൽക്കനൊക്കെ വെച്ച സ്വത്ത് വിൽക്കലാണ് ഹൈറെങ്കിൽ സന്തോഷത്തോടു കൂടെ വിറ്റ് കടങ്ങളൊക്കെ വീട്ടി നല്ല ഹൈറ് നൽകണേ അല്ലാഹ്. മക്കൾക്കൊക്കെ നീ നല്ല ഹൈറ് നൽകണേ അല്ലാഹ്. കുറച്ചവനെ പല വിഷയത്തിലും ഓർമ്മക്കുറവ് സംഭവിക്കാണ് നല്ല മെമ്മറി പവർ നൽകണേ അല്ലാഹ്. ഓപ്പറേഷൻ നൽകുന്ന ആളുകളുണ്ട്. കുറച്ചവനെ ഓപ്പറേഷൻ ആണ് ശിഫയെങ്കിൽ അത് നീ എളുപ്പമാക്കണേ അല്ലാഹ്. അത് സന്തോഷമുള്ളതാക്കണേ അല്ലാഹ്. കുറച്ചവനെ നമ്മുടെ ക്ലാസ്സിൽ എത്രയോ കാലമായി ചായ വെളാപ്പുമൊക്കെ നൽകുന്ന ആളുകൾ അദ്ദേഹത്തിന് നീ ഹൈറ് നൽകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈമാനിന്റെ സലാമത്ത് നൽകണേ അല്ലാഹ്. ശരീരത്തിന്റെ പല അവയവങ്ങൾക്കും ഊരവേദന, തലവേദന, മുട്ടുംകാൽ വേദന, കിടപ്പുകളിലൊക്കെ വേദന നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി പലരും കേസിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. നിരപരാധികൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. മറ്റു പല മതവിശ്വാസികൾക്ക് കൂടെയാണ് താമസിക്കുന്നത്. അപകടകരമായ പല വിഷയങ്ങളും വർദ്ധിച്ചു വരുന്നു. നീ കാവലാകണേ അല്ലാഹ്. നീ കാവലാകണേ അല്ലാഹ്. നിരീശ്വരവാദികൾ കോളേജിൽ പഠിക്കുന്ന കൂട്ടത്തിലുണ്ട്. നിർമ്മതവാദികളുണ്ട്. അതേപോലെ തന്നെ പലതരം വിശ്വാസികളുണ്ട്. ചെറുപ്പക്കാരികളുമായ പഠിക്കുന്ന മക്കളെ പഴപ്പിച്ച് അവരൊക്കെ ശബ്ദരായി പോകുന്നത് കാക്കണേ അല്ലാഹ്. അത്തരം മക്കൾക്കെല്ലാം അൽ-കഹ്ഫ് സൂറത്ത് പതിവാക്കി എല്ലാ വിചാരങ്ങളിൽ നിന്ന് വേണ്ടാത്ത വിശ്വാസങ്ങളിൽ നിന്ന് അൽ-കഹ്ഫിന്റെ ബർക്കത്ത് കൊണ്ട് നീ കാവലാകണേ അല്ലാഹ്. കാവലാകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിലും നാട്ടിലും ഞങ്ങളെ എത്രയോ ബന്ധപ്പെട്ടവരുണ്ടല്ലോ. അവർക്കും ഞങ്ങൾക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമേ സുൽത്താനുൽ ഉൾപ്പെടെ ഞങ്ങളെ മഹാന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ ഖുർആൻ ക്ലാസ് തുടങ്ങി ഇന്നത്തെ ക്ലാസ് വരെ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും നീ എല്ലാവിധ ഖൈറും നൽകണേ അല്ലാഹ്. നിങ്ങളുടെ വീടുകളൊക്കെ റഹ്മത്തിന്റെ മരക്കൾ വരുന്ന വീടാക്കണേ അല്ലാഹ്. പടച്ചവനെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹ് മക്കത്തുൽ മുകറമയിലും മദീന മുനവ്വറയിലും പല പ്രാവശ്യം പോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ
وسلم اللهم صل على محمد يا رب صل عليه وسلم മർക്കസ് വിദ്യാർത്ഥിക്കാരൻ ഇങ്ങനെ കല്ല് കുടിച്ചു തിരികെ കൂട്ടി അതൊന്ന് പുറത്തിറക്കി വെക്കണം അതിന് കൂട്ടത്തിനെങ്കിലും കൊടുത്ത് വെക്കണ്ട പുറത്തേക്ക് വേഗം കൊടുത്തോളി മർക്കസിന്റെ